1359 പ്രതിദിന സൂം വെബിനാറിലേക്ക് എല്ലാവരെയും സ്വാഗതം ചെയ്തുകൊള്ളുന്നു. ഇന്ന് നമുക്ക് ഒരു ക്ലാസ് ആണുള്ളത്. ക്ലാസ് തുടങ്ങുന്നതിന് മുൻപ് ഒരു നിമിഷം ഈശ്വര പ്രാർത്ഥന. നന്ദി. ഇന്ന് നമ്മോടൊപ്പം എത്തിയിരിക്കുന്നത് ഡോക്ടർ ജെയിംസ് പോൾ സാറാണ്. സാറ് നമുക്ക് കഴിഞ്ഞ പ്രാവശ്യം ഡിമെൻഷ്യയെ കുറിച്ചുള്ള ഒരു ക്ലാസ് എടുത്തിരുന്നു, 1ാം ഭാഗം എടുത്തിരുന്നു. സാറിനെ കുറിച്ച് പറയുകയാണെങ്കിൽ ഹോമിയോപ്പതി വകുപ്പിൽ നിന്ന് റിട്ടയർഡ് ചീഫ് മെഡിക്കൽ ഓഫീസറാണ്. 42 വർഷത്തെ ചികിത്സാനുഭവങ്ങളാണ് സാറിനുള്ളത്. അതുപോലെ രോഗനിർണയത്തിൽ അഗ്രഗണ്യനായിട്ടുള്ള ഒരു ഡോക്ടറാണ്. ഇന്ന് നമ്മൾ ഡിമെൻഷ്യ, മതിഭ്രമം, ചിത്തഭ്രമം, ഹോമിയോപ്പതിയുടെ സാധ്യതകൾ എന്ന വിഷയത്തിലെ 2ാം ഭാഗമാണ് ഇന്ന് നമുക്ക് ക്ലാസ് എടുക്കുന്നത്. ജെയിംസ് പോൾ സാറിനെ ക്ലാസ് എടുക്കുന്നതിന് ഈ പ്ലാറ്റ്ഫോമിലേക്ക് ആദരപൂർവ്വം ക്ഷണിച്ചുകൊള്ളുന്നു. സർ, ക്ലാസ് തുടങ്ങാം. എല്ലാവർക്കും നമസ്കാരം. കഴിഞ്ഞ പ്രാവശ്യം അതിന്റെ ഏതാണ്ട് തിയറി പാർട്ട് നമ്മൾ എടുത്തു കഴിഞ്ഞതാണ്. 1-2 മെഡിസിൻ ക്ലിനിക്കൽ ടിപ്സ് മാത്രമേ ശേഷിക്കുന്നുണ്ടായിരുന്നു. അപ്പൊ ഏതായാലും വലിയൊരു സബ്ജക്റ്റ് ആയതുകൊണ്ട് സമയം പോയത് അറിഞ്ഞില്ല കഴിഞ്ഞ പ്രാവശ്യം. ഏതായാലും ഒരു റീക്യാപിറ്റുലേഷൻ വേണമെന്ന് വിചാരിക്കുന്നു. എല്ലാം ഡീറ്റെയിൽ ആയിട്ട് പറയുന്നില്ല, എങ്കിലും പുതിയതായിട്ട് ആരെങ്കിലും ഈ പ്ലാറ്റ്ഫോമിൽ ഉണ്ടെങ്കിൽ അവരെ കൂടി കണക്കിലെടുത്ത് ഒരു സമൺ സബ്സ്റ്റൻസ് മാത്രം പറയാം എന്ന് ഉദ്ദേശിക്കുന്നു. അത് കഴിഞ്ഞ് ക്ലിനിക്കൽ ടിപ്സ് ആണ്. അപ്പൊ ഡിമെൻഷ്യ ഏതാണ്ട് 30 വയസ്സ് മുതൽ ബാധിക്കാം. സാധാരണഗതിയിൽ 55, അതായത് പ്രീ സെനൈൽ ഏജ് 55-65 വയസ്സിലാണ് തുടങ്ങുന്നത്. ചുരുക്കം ചില അവസരങ്ങളിൽ 30 വയസ്സിലും ചില തരം ഡിമെൻഷ്യകൾ. കഴിഞ്ഞ പ്രാവശ്യം നമ്മൾ 10-11 ടൈപ്പ് ഡെമെൻഷ്യ നമ്മൾ ചർച്ച ചെയ്തിരുന്നു. അപ്പൊ അതിൽ ചിലത് 30 വയസ്സിൽ തുടങ്ങാവുന്നതാണ്. അപ്പൊ ഡിമെൻഷ്യ ഏത് ടൈപ്പ് ആണെങ്കിൽ പോലും അതിന് കോമൺ സിംറ്റംസ് ഉണ്ട്. അത് ആദ്യം തന്നെ ബാധിക്കുന്നത് മെമ്മറിയാണ്. കാരണം അവിടെ ഡീജനറേഷൻ ഓഫ് സെൽസ് ആണ്. അൽഷൈമർ ഒഴിച്ച് ബാക്കി എല്ലാ ഡിമെൻഷ്യക്കും ഡീജനറേഷൻ ആണ് സംഭവിക്കുന്നത്. അപ്പൊ അതുകൊണ്ട് തന്നെ നമ്മളെ ഏറ്റവും അത്യന്താപേക്ഷിതമായിട്ടുള്ള മെമ്മറി, അതുപോലെ തന്നെ ഇന്റലക്ച്വൽ ആയിട്ടുള്ള എല്ലാ സംഗതികളും, ഇത് രണ്ടും ഡിമ്മാകുന്നു. അതല്ലെങ്കിൽ വളരെ അതിൻ്റെ എഫിഷ്യൻസി കുറയുന്നു. അതുകൊണ്ട് തന്നെ ആ പേഷ്യൻ്റ് അവരുടെ കോൺഫിഡൻസ് നഷ്ടപ്പെടുന്നു, അവരുടെ പേഴ്സണാലിറ്റിക്കും ബിഹേവിയറിനും എല്ലാം വ്യത്യാസം വരുന്നു. ഇതാണ് നമ്മൾ ആദ്യം കാണുന്ന സിംറ്റംസ്. ഇപ്പൊ ഫസ്റ്റ് മെമ്മറി പ്രോബ്ലംസ് ആണ് അനുഭവപ്പെടുന്നത്. അത് 30 വയസ്സായാലും ശരി, 55 വയസ്സായാലും ശരി, 65 വയസ്സായാലും ശരി, അവരുടെ മെമ്മറിക്ക് ചില തകരാറുള്ളതായിട്ട് നമുക്ക് ശ്രദ്ധയിൽപ്പെടും. രണ്ടാമത് വരുന്നവരുടെ കൺഫ്യൂഷനാണ്. അത് പ്രോഗ്രസീവായിട്ട് ആ കൺഫ്യൂഷൻ, അവർ കൺഫ്യൂസ്ഡ് ആകുന്നത്, അതും പ്രോഗ്രസീവായിട്ട് പോകുന്നത് നമുക്ക് അനുഭവവേദ്യമാണ്. പിന്നെ വരുന്നത് റെഡ്യൂസ്ഡ് കോൺസെൻട്രേഷൻ. അവർ വായിക്കുകയാണ്, അതല്ലെങ്കിൽ ഏതെങ്കിലും ഒരു സീരിയൽ കാണുകയാണെങ്കിൽ പോലും അതിൽ കോൺസെൻട്രേറ്റ് ചെയ്യാനോ അവിടെ നടന്ന സംഗതികൾ രണ്ടാമത് പറയുവാനോ അവരെ കൊണ്ട് സാധിക്കാതെ. പിന്നീട് വരുന്ന സിംറ്റം ഡിപ്രഷൻ. ഇതിന്റെ എല്ലാത്തിൻ്റെ ആകത്തുക പേഷ്യന്റെ ഡിപ്രഷനിലേക്ക് നയിക്കും. അപ്പൊ ഇതാണ് പ്രാഥമിക സിംറ്റം. ഏത് ഡെമെൻഷ്യ ആണെങ്കിലും ഇതെല്ലാം ഉണ്ടാവും. അത് എടുത്തു പറയാൻ കാരണം, നമ്മൾ മെഡിസിൻ സെലക്ട് ചെയ്യുമ്പോൾ ഇത്രയും കാര്യങ്ങൾ നോക്കിക്കൊണ്ട്, അല്ലെങ്കിൽ മെമ്മറി ഡിഫിഷ്യൻ്റ് ആണ്, അവിടെ കൺഫ്യൂഷൻ ഉണ്ട്, അത് പ്രോഗ്രസീവ് ആണ്, കോൺസെൻട്രേഷൻ അവിടെ ഡിഫക്റ്റീവ് ആണ്, അല്ലെ ഡിപ്രഷൻ ഉണ്ട്, ഇതുകൊണ്ട് മാത്രം ഒരു ഡ്രഗ് സെലക്ട് ചെയ്യാൻ സാധിക്കില്ല. അപ്പൊ ഒരു പർട്ടിക്കുലർ ഡ്രഗ് സെലക്ട് ചെയ്യുമ്പോൾ അത് തന്നെയാണോ ഈ പേഴ്സൺ എന്ന് നമ്മൾ ഉറപ്പ് വരുത്തിയിട്ട് മാത്രമേ ആ മെഡിസിൻ കൊടുക്കാവൂ.
ഡയമെൻഷ്യ നമുക്ക് ചികിത്സിക്കാൻ പറ്റും. ഏറ്റവും കൂടുതൽ ചികിത്സാ സാധ്യതയുള്ളത് ഹോമിയോപ്പതിക്ക് മാത്രം. അതിന്റെ കോസ് ഒന്ന് ഡീജനറേഷൻ ഓഫ് നെർവ് സെൽസ്, degeneration of blood vessels, then side effect of medicines for drugs, thyroid problems, toxins, especially lead, then stroke, after effect of stroke, then infection, encephalitis, meningitis, etc. Then hydrocephalus. ഇത്രയും കാര്യങ്ങൾ കൊണ്ട് ഇത് അതിന് സാധ്യതയുണ്ട്. ഈ താഴെ പറഞ്ഞ കാര്യങ്ങൾ, അതായത് എൻകഫലൈറ്റിസ്, ഹൈഡ്രോകഫാലസ്, ടോക്സിൻ, ഈ ഇഫക്റ്റ് കൊണ്ട് വളരെ ചെറുപ്പത്തിലെ തന്നെ ഡെമൻഷ്യ ഡെവലപ്പ് ചെയ്യാനുള്ള സാധ്യത. ഇതിൽ ആർക്കെങ്കിലും എന്തെങ്കിലും സംശയം ഉണ്ടെങ്കിൽ ഇവിടെ വെച്ച് പറയാം. ഇത് ക്ലിനിക്കൽ ടിപ്സ് മാത്രമേ ഉള്ളൂ. തിയറിറ്റിക്കൽ പാർട്ടിൽ എന്തെങ്കിലും സംശയം ഉണ്ടെങ്കിൽ ആർക്കെങ്കിലും ഇപ്പോൾ ചോദിക്കാം. ശരി, അപ്പോൾ കണ്ടിന്യൂ ചെയ്യാന്ന് വിചാരിക്കുന്നു. വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു ഡ്രഗാണ് അലുമിന. കഴിഞ്ഞ പ്രാവശ്യം പറഞ്ഞതാണ്. ഇപ്പൊ നേരത്തെ പറഞ്ഞിട്ടുള്ള ആ സിംറ്റംസ് എല്ലാം അലുമിനയ്ക്കും ഉണ്ട്. പക്ഷെ എങ്ങനെ അലുമിന നമുക്ക് വേർതിരിച്ചെടുക്കാം, അവിടെയാണ് പ്രശ്നം. ഒന്ന്, അയാളുടെ ഐഡന്റിറ്റി നഷ്ടമാകും, സ്വന്തം പേര് പോലും നഷ്ടമാകും. ഐൻസ്റ്റീന്റെ ആത്മകഥയിൽ ഒരു ഭാഗം ഇങ്ങനെ പറയുന്നുണ്ട്. അദ്ദേഹം ഒരു ഓട്ടിസ്റ്റിക് പേഷ്യന്റ് ആയിരുന്നു എന്നുള്ള കാര്യം പലർക്കും അറിവില്ലാത്ത. ഓട്ടിസ്റ്റിക് ആയിരുന്നു ആൽബർട്ട് ഐൻസ്റ്റീൻ. അപ്പോൾ വയസ്സായി കഴിഞ്ഞപ്പോൾ ഡെമൻഷ്യ കൂടെ അദ്ദേഹത്തെ ബാധിച്ചു, കൂടുതൽ കഷ്ടപ്പാടിലേക്ക് വന്നു. ഏതായാലും ഭാര്യ മരിച്ചതിന് ശേഷം അദ്ദേഹം ഒരു യാത്രയ്ക്ക് ഒരുങ്ങി റെയിൽവേ സ്റ്റേഷനിൽ പോയിരിക്കും. അപ്പൊ റെയിൽവേ സ്റ്റേഷനിൽ നിന്ന് ഒരു ആപ്ലിക്കേഷൻ ഫോം കൊടുക്കും, അത് ഫില്ല് ചെയ്ത് പോകും. അപ്പൊ ഫില്ല് ചെയ്യേണ്ട ആദ്യം എഴുതേണ്ട പേരാണ്. അദ്ദേഹം പേര് മറന്നു. ഈ പേനാൻ പിടിച്ചിങ്ങനെ ഇരിക്കുമ്പോഴാണ് അദ്ദേഹത്തിന്റെ ഒരു ഫ്രണ്ട് വന്ന്, ഹലോ ആൽബി, വേർ ഡു യു ഗോ? ഉടനെ അപ്പൊ ആൽബർട്ട് ഐൻസ്റ്റീൻ അദ്ദേഹം പേരെഴുതി അവിടെ നിന്ന് തുടരുന്നു. ഏതായാലും ഇദ്ദേഹത്തിന്റെ തപ്പിക്കളി കഴിഞ്ഞപ്പോൾ ഈ ഫ്രണ്ടിന് മനസ്സിലായി ഇദ്ദേഹത്തിന് പ്രശ്നമുണ്ട്. അപ്പൊ കൂടുതൽ ഇദ്ദേഹത്തെ കുറിച്ച് പഠിക്കുകയും അദ്ദേഹമാണ് ഈ ആത്മകഥ എഴുതുകയും ചെയ്തത്. അതിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട സംഭവം അതാണ്, ഐഡന്റിറ്റി, സ്വന്തം ഐഡന്റിറ്റി നഷ്ടപ്പെടുക എന്നുള്ളത്. ദെൻ അനാക്കാർഡിയം. അനാക്കാർഡിയം ഏകദേശം നമുക്കറിയാം, ഒരു നിരീശ്വരവാദിയാണ്. പിന്നെ നേരത്തെ പറഞ്ഞ എല്ലാ സംഭവങ്ങളും എല്ലാം അവിടെ മെമ്മറി, കോൺഫിഡൻസ് ലെവല് കുറയും, പിന്നെ ഇമാജിനേഷൻ കുറയും, ഡിസിഷൻ എടുക്കാനുള്ള കഴിവ് കുറയും, അതെല്ലാം ഉണ്ട്. പക്ഷെ ഇതിന്റെ പ്രത്യേകത ഒന്ന്, അയാള് വയലന്റ് ലാംഗ്വേജ് ആയിരിക്കും ഉപയോഗിക്കുന്നത്. ആരെ കണ്ടാലും, ബന്ധുക്കളായാലും ശരി, കുട്ടികളായാലും ശരി, മറ്റേ സന്ദർശകരായാലും ശരി, ഉപയോഗിക്കുന്ന വാചകങ്ങൾ വളരെ വയലന്റ് ആയിരിക്കും, ചിലപ്പം അബ്യൂസീവ് ആയിരിക്കും. വളരെ വേഗം ഈസിലി ഒഫൻഡഡ്, അതാണ് അതിന്റെ പ്രത്യേകത. പ്രത്യേകിച്ച് കാരണമൊന്നുമില്ല, എന്താ ചേട്ടാ എന്ന് ചോദിച്ചാൽ മതി ആളിലൂടെ. അല്ലെങ്കിൽ ഇപ്പോൾ ആന്റിങ്ക്രൂഡും അതുപോലെ തന്നെയാണ്. 24 മണിക്കൂറും ചൂടായിട്ടിരിക്കുന്ന ഒരു ഡ്രഗാണ് ആന്റിങ്ക്രൂഡ്. വെറുതെ ഭക്ഷണം കഴിക്കാൻ സമയം എന്ന് പറഞ്ഞാൽ തന്നെ ഇതിനോടായിട്ട് കുറേ സമയം അങ്ങനെ തിരിച്ചു വയ്ക്കുന്ന ഒരു ഡ്രഗാണ് ആന്റിങ്ക്രൂഡ്. നമുക്കതിലേക്ക് അപ്പൊ ഇവിടെ എടുത്തു പറയേണ്ടത്, ലാംഗ്വേജ്, ഉപയോഗിക്കുന്ന ലാംഗ്വേജ് വയലന്റ് ആയിരിക്കും. അതേപോലെ തന്നെ ലാക്ക് ഓഫ് കോൺഫിഡൻസ്. ഇവിടെ കോൺഫിഡൻസ് അദ്ദേഹത്തിന് മാത്രമല്ല, ചുറ്റുള്ളവർക്കും കോൺഫിഡൻസ് ഇല്ല, അവരെ കൊണ്ടൊരു കഴിവ് ഇല്ല എന്ന് വിചാരിക്കുന്ന ഒരാളാണ് അനാക്കാർഡിയം. ഈ മാനേജ്മെന്റ് ഒക്കെ പഠിക്കുമ്പോൾ 4 തരം മാനേജ്മെന്റ് ആണ് പറയുന്നത്. ഒന്ന്, ഐ ആം ഓക്കെ, യു ആർ നോട്ട് ഓക്കെ. രണ്ടാമത്തത്, യു ആർ ഓക്കെ, ഐ ആം നോട്ട് ഓക്കെ. മൂന്നാമത്തത്, ഐ ആം നോട്ട് ഓക്കെ, യു ആർ നോട്ട് ഓക്കെ. അതായത് ഞാനും ശരിയല്ല, നിങ്ങളും ശരിയല്ല. അപ്പൊ അതുകൊണ്ട് തന്നെ നമ്മുടെ KSRTC ഇലക്ട്രിസിറ്റി ബോർഡും പോലെ എന്നും അധോഗതി തന്നെയായിരിക്കും, പുരോഗതി ഇല്ലാത്തൊരവസ്ഥയായിരിക്കും. കാരണം അതിന്റെ മേലെ വരുന്നവരും അത് തന്നെ, പണിക്കാരും അത് എന്ന് പറഞ്ഞ പോലെ
നമ്മുടെ ഡിപ്പാർട്ട്മെന്റിൽ ഉണ്ടായിരുന്ന 2-3 ഡയറക്ടർമാർ ഇതേപോലെ തന്നെ തിന്നുകയില്ല തീറ്റിക്കുകയില്ല. എങ്ങനെയെങ്കിലും സർവീസ് പൂർത്തിയാക്കണം, അത് കഴിഞ്ഞിട്ട് പെൻഷൻ മുടങ്ങാതെ കിട്ടണം. അങ്ങനെ ഒരു ഞാൻ ആരുടെയും പേരെടുത്ത് പറയാൻ ഉദ്ദേശിക്കുന്ന അങ്ങനെ നമ്മുടെ ഡിപ്പാർട്ട്മെന്റ് ആളുണ്ടായിരുന്നത്. അപ്പം അനാക്കാര്യമാണ് അവരുടെ ഡ്രഗ്. പുല്ല് തിന്നുകയില്ല തീറ്റിക്കുകയില്ല. കാരണം അവരിലും കോൺഫിഡൻസ് ഇല്ല, മറ്റുള്ള ജോലിക്കാരിലും കോൺഫിഡൻസ് ഇല്ലാത്തൊരവസ്ഥ. അപ്പൊ പിന്നെ ഏതാണ് നല്ലത്? ഐ ആം ഓക്കെ, യു ആർ ഓക്കെ. അതായിരിക്കും ബെസ്റ്റ് മാനേജർ. ഞാൻ നല്ലതാണ്, നിങ്ങൾ നല്ലതാണ്, നമുക്ക് നന്നാക്കാം എന്നൊരു കോൺഫിഡൻസ് ഉള്ള ഒരു മാനേജറാണ് ഏറ്റവും നല്ല മാനേജർ. ഓക്കെ. ദെൻ അൻഹാരോണി. ഇവിടെ നമുക്ക് പ്രത്യേകതയുള്ളത് അയാൾക്ക് ഇമാജിനറി സൗണ്ട്സ് ഉണ്ടാവും, ഇമാജിനറി സൈറ്റ്സ് ഉണ്ടാവും. അത് കണ്ട് ഇങ്ങനെ ആസ്വദിച്ചിരിക്കുന്ന നമുക്ക്. അതേപോലെ തന്നെ സൗണ്ട് ചില സ്പെക്ട്രം ആയിട്ടോ അല്ലെങ്കിൽ ചുഴികളായിട്ടോ അയാളുടെ കണ്ണു മുമ്പിൽ പ്രത്യക്ഷപ്പെടുന്നത് അതിന്റെ വിവരണം തരും. അതാണ് അൻഹാരോണിയം. ദെൻ പരൈറ്റ കാർബ്. കഴിഞ്ഞ പ്രാവശ്യം വളരെ ഡീറ്റെയിൽ ആയിട്ട് പറഞ്ഞതാണ്. ഒരു അഗ്ലി കോൺസ്റ്റിറ്റ്യൂഷൻ മെറ്റീരിയൽ മേടിക്കാന്നൊക്കെ പറഞ്ഞതാണ്. അതുകൊണ്ട് അതങ്ങ് വിടുന്നു. അൻഹാലോണി മനസ്സിലായില്ല എന്നൊരു ചാറ്റ് ബോക്സിൽ വന്നിരിക്കുന്നു. അൻഹാലോനിയം എന്റെ സ്പെല്ലിംഗ് എങ്ങനെയാണ്? ANHALONIUM. അൻഹാലോനിയം. വണ്ടർഫുൾ വിഷൻ, വണ്ടർഫുൾ സ്പെക്ട്രം ബിഫോർ ഐസ്, അതൊക്കെയാണ് അതിന്റെ സിംറ്റംസ്. ഓക്കെ. ദെൻ കോണിയം മാക്കുലേറ്റം. കോണിയം മാക്കുലേറ്റം അതിന്റെ പ്രത്യേകത, ഈ പേഷ്യന്റ് ഉറക്കം ഉണ്ടാകുക. ഇപ്പൊ രാത്രി മുഴുവൻ വീട്ടിലെ ഓരോ അംഗത്തെയും പേര് പറഞ്ഞ് വിളിച്ചോണ്ടിരിക്കും, നേരം വെളുക്കുന്നവരെ, പകലടന്ന് ഉറങ്ങിച്ച്. അതിന്റെ കാരണം എന്താണെന്ന് ചോദിച്ചാൽ ഇദ്ദേഹത്തിന്റെ ഒരു ഭയം, ഒറ്റയ്ക്കിരിക്കാനുള്ള ഭയം, അടുത്ത മുറിയിൽ ആളുണ്ടെങ്കിൽ പോലും അത് പോരാന്നുള്ള തോന്നല്. പക്ഷേ തൊട്ടടുത്തിരിക്കണമെന്ന് അല്ലത് അദ്ദേഹം ആഗ്രഹിക്കുന്നില്ല. അയാൾ എപ്പോഴും ഒരു പബ്ലിക്കിന്റെ മുമ്പിൽ പ്രത്യക്ഷപ്പെടാൻ ഇഷ്ടപ്പെടാത്ത ഒരാളാണ്. എങ്കിലും ആൾക്കാരുടെ സാന്നിധ്യം വേണം. അപ്പൊ രാത്രി എല്ലാവരും ഉറങ്ങുമ്പോൾ സൈലന്റ് ആയിരിക്കും. അതുകൊണ്ട് തന്നെ പേടിയുടെ ഭാഗമായിട്ടുണ്ട് ഓരോരുത്തരുടെ പേര് പറഞ്ഞ് വിളിച്ചുകൊണ്ടിരിക്കും നേരം വെളുക്കുന്നത്. ദാറ്റ് ഈസ് കോണിയം. ദെൻ ക്രോട്ടാലസ് ഹോർഡിസ്, അത് നമ്മൾ പറഞ്ഞതാണ്. അവിടെ പെർസെപ്ഷൻ ഇമ്പേർഡ് ആണ്. ഇപ്പൊ ഒരു കാര്യം ഒരാൾ പറഞ്ഞു കഴിഞ്ഞാൽ അയാൾക്ക് ധരിക്കുന്ന സംഗതി വേറെ. ഒരു ഉദാഹരണം പറഞ്ഞു കഴിഞ്ഞു. ഒരച്ഛന് 2 മക്കളുണ്ട്. മൂത്ത ജ്യേഷ്ഠൻ വന്ന് കുറച്ച് പൈസ കൊടുത്തിട്ട് അച്ഛനെ ഏൽപ്പിക്കുകയാണ്. പിന്നെ ഇത് അനിയൻ വരുമ്പോൾ കൊടുത്തേര്, എനിക്ക് നിൽക്കാൻ നേരം, എനിക്ക് മറ്റൊരിക്ക് പോകാനുണ്ട്, വേറെ ആർക്കും കൊടുക്കരുത്. വേറെ ആര് ചോദിച്ചാലും കൊടുക്കരുത്, അനിയൻ കൊടുക്കണം. പക്ഷെ ഇദ്ദേഹം ധരിച്ചത് അനിയന് കൊടുക്കേണ്ടത്. അപ്പൊ അനിയൻ പൈസയ്ക്ക് വേണ്ടി വന്ന്, ചേട്ടൻ പൈസ തന്നിട്ടുണ്ട് പക്ഷെ നിനക്ക് തരണ്ടെന്നാ പറഞ്ഞിരിക്കുന്നത്. എങ്ങനെയാണ്? ദാറ്റ് ഈസ് ക്രോട്ടാലസ് ഹോർഡിസ്. Then acid floor. Inability to realize his responsibility. ആണ് കീ സിംറ്റം. Inability to realize his responsibility. ഞാൻ എന്താണ് ചെയ്യേണ്ടത്, എങ്ങനെ ചെയ്യണം എന്നുള്ള ധാരണ ഇല്ലാതെ പോകും. Then lachesis. Lachesis. Sense of time deranged or lost. നേരം വെളുത്തോ വൈകുന്നേരമായോ ഉച്ചയായോ പാതിരായോ ഈ ഒരു ധാരണ ഇല്ലാത്തൊരവസ്ഥ. ബാക്കിയുള്ളതെല്ലാം അറിയാം. ലാക്കേസിസ് നമ്മൾ വളരെ പ്രധാനപ്പെട്ട റെമഡിയാണ്. പിന്നെ അതിന്റെ പ്രത്യേകത, ഈ ഞാൻ വേറൊരു സന്ദർഭത്തിൽ പറഞ്ഞിരുന്നു, ഇതൊരു ആകാശവാണി. ആകാശവാണി എന്ന് പറഞ്ഞാൽ ഏതൊരു ന്യൂസ് കിട്ടിയാലും അത് മനസ്സിലിരിക്കുകയില്ല, അത് ആരോടെങ്കിലും പറഞ്ഞെങ്കിലേ റിലീഫ് കിട്ടും.
കാരണം അതിന്റെ പ്രധാന സംഭവം റിലീഫ് ബൈ ഡിസ്ചാർജസ്. അപ്പൊ ഫ്ലൂയിഡ് ഡിസ്ചാർജ് ആയിരിക്കാം, മെൻസ്ട്രുവൽ ഫ്ലോ ആയിരിക്കാം, സ്വെറ്റ് ആകാം, പിന്നെ വോമിറ്റിംഗ് ആകാം, ഏത് വിധത്തിലും, അല്ലെങ്കിൽ ഡയറി ആകാം. ഏത് തരത്തിലും ഡിസ്ചാർജ് കുറച്ച് ആംബുലേഷൻ കൊടുക്കുന്ന ഒരു ഡ്രഗാണ് ലാക്ടേസ്. എന്ന് പറഞ്ഞ പോലെ തന്നെ ഒരു വിവരം കിട്ടി, ആ വിവരം അടുത്ത വീട്ടിൽ വളരെ രഹസ്യമായിട്ടേ പറയൂ. അതേപോലെ തന്നെ ഡോക്ടേഴ്സിന്റെ അടുത്ത് വന്ന സിംറ്റം പറയുന്നത് രഹസ്യമായിട്ടേ പറയൂ. 4 പേര് കേൾക്കാൻ കൊള്ളാമെന്നാണെങ്കിലും രഹസ്യമായിട്ടേ പറയൂ. പക്ഷെ മനസ്സിലിരിക്കൽ എല്ലാവരും പറഞ്ഞിരിക്കും. അപ്പൊ ഒരു ഉച്ചഭാഷണയല്ല, റേഡിയോ ആണ്. കാരണം എല്ലാവരോടും പറഞ്ഞുകൊണ്ടിരിക്കും. ഉച്ചഭാഷണയല്ല, ഉറക്കെ സംസാരിക്കുന്ന ആളല്ല. ഉറക്കെ സംസാരിക്കുന്ന ആളാണ് അനാകാർഡിയം, കാന്താരിസ് ഒക്കെ വളരെ ശബ്ദത്തിൽ സംസാരിക്കുന്ന ആൾ. അതുപോലെ തന്നെ അബ്സിന്ത്യം, ഇവരൊക്കെ വളരെ ഉറക്കെ സംസാരിക്കുന്നു. പതുക്കെ പറയാൻ അവർക്ക് അറിയില്ല. അത് നമ്മളെ ഡിസ്പെൻസറി അറിയാം. ലാക്ടേസ് പേഷ്യന്റ് വന്നു കഴിഞ്ഞാൽ അടുത്തിരുന്ന് ചെവിയിലേ പറയും. അതുപോലെ തന്നെ പലരും ഇപ്പൊ നാട്രമൂരാണെങ്കിൽ, പ്രത്യേകിച്ച് ഗവൺമെന്റ് ഡിസ്പെൻസറി വർക്ക് ചെയ്യുന്നവർക്ക് അറിയാം, ഒരു സ്റ്റൂൾ ആയിരിക്കും പേഷ്യന്റ് ഇരിക്കാൻ. ഇപ്പൊ നാട്രമൂരാണ് കയറി വരുന്നെങ്കിൽ ആ സ്റ്റൂൾ ആദ്യം വലിച്ചകത്ത് അകലേക്ക് മാറ്റും. പിന്നെ വന്നിട്ട് മുമ്പ് ഇരുന്നതിനേക്കാൾ കുറച്ചുകൂടെ അടുപ്പിച്ചു. ദാറ്റ് ഇസ് നാട്രമൂർ. ആ സമയത്ത് ഫോസ്ഫറസ് പ്ലാറ്റിനൊക്കെ വന്നു കഴിഞ്ഞെങ്കിൽ ഇരിക്കുന്ന സ്ഥലത്തുനിന്ന് കുറച്ചുകൂടെ ലാക്ടേസ് ഒക്കെ അടുപ്പിച്ച് വെച്ചിട്ട് ഡോക്ടറോട് സംസാരിക്കും. ആ സമയത്ത് ആർജിനൻ നൈട്രിക് ആണെങ്കിൽ പേഷ്യന്റ് വന്ന് നിൽക്കും. ഡോക്ടർ പറഞ്ഞെങ്കിൽ മാത്രമേ ഇരിക്കും. കാരണം ആർജിനൻ നൈട്രിക്കും വളരെ ഫോർമലാണ്. ജസ്റ്റ് ദെൻ ഓപ്പിയം. തിങ്ക് ഹി ഈസ് നോട്ട് അറ്റ് ഹോം ആണ് അതിന്റെ കീ പോയിന്റ്. എവിടെയാണെങ്കിലും, ഞാൻ സ്വന്തം വീട്ടിലാണെങ്കിലും ഞാൻ വീട്ടിലല്ല മറ്റെവിടെയോ ആണെന്നുള്ള തോന്നല്. അതെന്നെ ബ്രയോണിയക്കും ഉണ്ട്. വീട്ടിലെത്തണം എന്നുള്ള തോന്നൽ. Then acid force. Cannot collect his thoughts. Cannot find out the apt words or correct words. അപ്പൊ അതുകൊണ്ട് തന്നെ ഇദ്ദേഹം സംസാരിക്കുന്നത് ഒരു സ്കാനിങ് ടോക്ക് ആയിരിക്കും. ഓരോ വാക്കുകൾ തപ്പിത്തടഞ്ഞെടുത്തായിരിക്കും സംസാരിക്കുന്നത്. ആസിഡ് ഫോഴ്സ്. ദെൻ പിക്രിക് ആസിഡ്. മെമ്മറിയാണ് ബാധിക്കുന്നത്. അത് ലോസ് ഓഫ് മെമ്മറി, അത് സഡൻ ലോസ് ഓഫ് മെമ്മറിയാണ്. കാർബോജൻ ഉള്ളതുപോലെ തന്നെ സഡൻ ലോസ് ഓഫ് മെമ്മറിയാണ്. അവിടെ സംഭവിക്കുന്നത് സോഫ്റ്റനിങ് ഓഫ് സെറിബ്രം. സോഫ്റ്റനിങ് ഓഫ് സെറിബ്രം. ഇവിടെ സോഫ്റ്റനിങ് എന്ന് പറയുമ്പോൾ അവിടെ സ്ട്രക്ചറൽ ചേഞ്ചസ് ആണ് വരുന്നത്. ഇപ്പൊ സെൽസിനിടയ്ക്കെല്ലാം എയർ ഉണ്ടാവും, എയറിന്റെ സാന്നിധ്യം ഉണ്ടാവും. ഓക്കെ. ദെൻ സിംഗമറ്റ്. ഒരു ഗിൽറ്റി കോൺഷ്യസ് ആയിരിക്കും. ഒരു അറസ്റ്റ് വരുന്നു, ആള് ചെയ്തിട്ടുള്ള ഏതോ ഒരു ക്രൈമിന്റെ ആഫ്റ്റർ ഇഫക്റ്റ് ആയിട്ട് അറസ്റ്റ് വരുന്നു എന്ന് പ്രതീക്ഷിക്കും. ഇമാജിനറിയാണ്. ഞാനൊരു കുറ്റവാളി എന്നുള്ളൊരു തോന്നൽ. പോലീസ് വരുമോ, എന്നെ ഇപ്പൊ അറസ്റ്റ് ചെയ്യുമോ, അങ്ങനെയൊക്കെ ചോദിച്ചോണ്ട്. ദെൻ സൾഫർ. എല്ലാവർക്കും അറിയാവുന്നതാണ്. തിങ്സ് റാഗ്സ് ബ്യൂട്ടിഫുൾ. റാഗ്സ് ആയിട്ടുള്ള സംഭവങ്ങൾ ബ്യൂട്ടിഫുൾ ആയിട്ട് ധരിക്കുന്ന ഒരാളാണ് സൾഫർ. എനിക്ക് അങ്ങനെ ഒരു കേസ് ഉണ്ടായിരുന്നു. അതായത് ഒരു റിട്ടയർഡ് ജഡ്ജാണ്. അവര് റിട്ടയർ ആകുന്നത് തന്നെ 60 വയസ്സ് കഴിഞ്ഞാൽ, 62 വയസ്സിലേക്ക്. അത് കഴിഞ്ഞ ഒരു 67-68 വയസ്സാകുമ്പോഴാണ് സംഭവം. അപ്പൊ അദ്ദേഹത്തിന്റെ മൂത്ത മകനാണ് എൻ്റെ അടുത്ത് വരുന്നത്.
അപ്പം പെൻഷൻ വാങ്ങാനായിട്ട് ട്രഷറി പോയി തിരിച്ചു വരുമ്പോൾ ചീഞ്ഞു നാറിയ കാബേജ് ഒരു നല്ല കിറ്റിനകത്ത് എടുത്തുകൊണ്ട് ടീപ്പോയിൽ വെച്ച്, ഹാളിലെ ടീപ്പോയിൽ വെച്ചിട്ട് അദ്ദേഹം ആൾക്കാരിങ്ങനെ മണത്ത് ചെന്ന് കഴിയുമ്പോൾ ടീപ്പോയിൽ നിന്നാണ് മണം വരുന്നത്. ഇത് ആരുകൊണ്ട് വെച്ചെന്ന് അന്വേഷിച്ചു, രക്ഷയിൽ. ലാസ്റ്റ് CCTV നോക്കിക്കഴിഞ്ഞപ്പോൾ ആളെ പിടികിട്ടി, അച്ഛനാണ് കൊണ്ടുവച്ചത്. അപ്പൊ അദ്ദേഹം അതെടുത്ത് കളഞ്ഞ് പിന്നെ അച്ഛനെ വാച്ച് ചെയ്യാൻ തുടങ്ങി. പിന്നീട് ഒരു പ്രാവശ്യം ഏതോ ആവശ്യത്തിന് പുറത്തു പോയി കഴിഞ്ഞാൽ ഇതേപോലെ തന്നെ ഒരു അഴുക്ക് വീഴ്ച സാധനം, ചീഞ്ഞ കുമ്പളങ്ങ, ഉപേക്ഷിച്ച കുമ്പളങ്ങ നല്ല കെട്ടിനകത്താക്കിക്കൊണ്ട് നാശപ്പെടുത്തി വെച്ചു, ആ ടീപ്പോടെ പുറത്തു വെച്ചു. അപ്പൊ ഇത് കണ്ട് ബോധ്യപ്പെട്ട് സംഗതി മാനസികമായിട്ടുള്ള പ്രശ്നമാണ്, വലിയ പ്രശ്നമാണെന്ന് അദ്ദേഹത്തിന് മൂത്ത മകന് ബോധ്യപ്പെട്ട് ഞാൻ കലൂർ പ്രാക്ടീസ് ചെയ്യുമ്പോഴാണ് എൻ്റെ അടുത്ത് വരുന്നത്. അപ്പൊ ഇദ്ദേഹം ടിപ്പിക്കൽ സൾഫർ. അപ്പൊ പ്രീവിയസ് ഹിസ്റ്ററി എടുത്തു കഴിഞ്ഞപ്പോഴും ഇദ്ദേഹം അങ്ങനെ തന്നെയായിരുന്നു. അപ്പൊ സൾഫറിന്റെ ഒരു കോൺസ്റ്റിറ്റ്യൂഷൻ സാധാരണ നമ്മുടെ മാസ്റ്റേഴ്സിന്റെ ഒക്കെ ബുക്കുകൾ ഇങ്ങനെ വായിക്കുമ്പോൾ അതിന്റെ പ്രൂവ്ഡ് സിംറ്റം തന്നെയാണ്. ഇറിറ്റബിലിറ്റി, അത് ഇത്, സ്റ്റോപ്പ് എന്നൊക്കെ പറഞ്ഞ്, ഷോൾഡേഴ്സ് എന്നൊക്കെ പറഞ്ഞ് ആ പ്രൂവ്ഡ് സിംറ്റംസ് ആണ് നമുക്ക് കോൺസ്റ്റിറ്റ്യൂഷണലായിട്ട് ഇങ്ങനെ എല്ലാ ബുക്കുകളിലും അങ്ങനെയാണ്. പക്ഷെ യഥാർത്ഥത്തിൽ സൾഫർ കോൺസ്റ്റിറ്റ്യൂഷൻ, അതായത് പ്രൂവ് ചെയ്യുന്നതിന് മുമ്പ്, ക്രോസ് സെക്ഷന് മുമ്പുള്ള സൾഫർ അങ്ങനെയൊന്നും. അത് പുള്ളി വളരെ ചിയർഫുൾ ആണ്, എൻത്യൂസിയാസ്റ്റിക് ആണ്. മിക്കവാറും ഏതെങ്കിലും എക്സിക്യൂട്ടീവ് ഓഫീസേഴ്സ് ആയിരിക്കും, അല്ലെങ്കിൽ ബിസിനസ് മാഗ്നറ്റ്സ് ആയിരിക്കും. എപ്പോഴും സുസ്മേരവദനായിട്ടിരിക്കുന്ന ഒരാളാണ് സൾഫർ. അതേപോലെ തന്നെ അനാക്കാഡിയം എത്തിയിസ്റ്റ് ആണ്, നിരീശ്വരവാദി എന്ന് പറഞ്ഞ പോലെ. സൾഫർ നിരീശ്വരവാദിയല്ല, ഈശ്വരവാദിയല്ല. അപ്പം അദ്ദേഹത്തിന്റെ ആ രീതിയിൽ ചിന്ത, ഈശ്വരനെ സംബന്ധിച്ചുള്ള ചിന്ത, ഓ മൈ ഗോഡ് ഇഫ് ദർ ഇസ് ഗോഡ്, സേവ് മൈ സോൾ ഇഫ് ദർ ഇസ് സോൾ, അതാണ് സത്യം. അപ്പം ഈശ്വര വിശ്വാസികളോടും വെറുപ്പില്ല, വിശ്വസിക്കാത്തവരോടും വെറുപ്പില്ല. പുള്ളി ഇടനിലക്കാരൻ. പുള്ളിയുടെ പ്രവർത്തനങ്ങൾ അങ്ങനെ തന്നെയാണ്. ദാറ്റ് ഈസ് സൾഫർ. ഒരു യഥാർത്ഥ സൾഫറിന്റെ ഏകദേശം ഒരു പോർട്രേറ്റ് ആണ് ഞാൻ പറഞ്ഞത്. ഇത്രയും പരാമർശിച്ച കാര്യങ്ങളാണ് നമുക്ക് ഫ്രീക്വന്റ് ആയിട്ട് വരുന്നത്. ഏറ്റവും കൂടുതൽ വരാവുന്ന മെഡിസിൻസ് ആണ് നമ്മൾ ഇത്രയും നേരം പറഞ്ഞത്. ഇതെല്ലാം നല്ല റിസൾട്ട് കിട്ടിയിട്ടുള്ള ഡ്രഗ്സാണ്. നമ്മുടെ ഏറ്റവും ഓരോ ജംസ് ആണ് ഇതെല്ലാം ഡയമെൻഷ്യയെ സംബന്ധിച്ചിടത്തോളം. അപ്പൊ അത് കൂടുതൽ പഠിക്കണം. പ്രത്യേകിച്ച് ഫാറിങ്ടണും കെൻറ്റും ഒക്കെ നന്നായിട്ട് വായിച്ച് ആ ഒരു പേഴ്സണാലിറ്റി, അതുപോലെ തന്നെ അവരുടെ ഇൻഡിവിജ്വാലിറ്റി, കോൺസ്റ്റിറ്റ്യൂഷൻ, ഇതെല്ലാം നമുക്ക് വേർതിരിച്ചെടുക്കാനുള്ള ഒരു കപ്പാസിറ്റി ഉണ്ടാക്കിയെടുക്കും. ആണ് എനിക്ക് ഈ സന്ദർഭത്തിൽ ഓർപ്പിക്കാനുള്ളത്. കുറച്ച് 1-2 മെഡിസിൻ കൂടി പറയാൻ ഉദ്ദേശിക്കുന്നു. അഗാരിക്കസ്, ഷൗട്ടിംഗ് ആൻഡ് മട്ടറിങ്. ഷൗട്ട് ചെയ്തുകൊണ്ടിരിക്കും, അല്ലെങ്കിൽ പുറകോർത്തോണ്ടിരിക്കും, പക്ഷെ ഡസ് നോട്ട് ആൻസർ. നമ്മളെന്തെങ്കിലും ചോദിച്ചാൽ അതിന് ആൻസർ കിട്ടുക, അതിന്റെ പ്രത്യേകത. അംബ്ര ഗ്രേസിയ, the patient dwells in his own world. ഈ ലോകത്തായിരിക്കില്ല, പുള്ളി മറ്റൊരു ലോകത്തായിരിക്കും. ഇങ്ങനെ ചിന്തിച്ച് അങ്ങനെ ഇരിക്കും. ചിലപ്പം നല്ല സുസ്മേരനായിട്ട് കൊഞ്ചിച്ചുകൊണ്ടിരിക്കും, അതല്ലെങ്കിൽ മൂടിയായിട്ടിരിക്കും, അല്ലെങ്കിൽ ഗ്ലൂമി ആയിട്ടിരിക്കും. ഏതായാലും പരിസര ബോധം അദ്ദേഹത്തിന് ഉണ്ടാകില്ല. ഭക്ഷണത്തിന് വിളിച്ചു കഴിഞ്ഞാൽ തന്നെ ആ പരിസര ബോധം ഉണ്ടാകാനായിട്ട് കുറച്ച് സമയം എടുക്കും. ദാറ്റ് ഈസ് അംബ്ര ഗ്രേസിയ. ദെൻ അമോണിയം കാർബൺ, അൺക്ലീൻലിനെസ്, അതാണ് എന്റെ സിംറ്റം. ടിപ് ടോപ്പായിട്ട് നടന്നിരുന്ന ആള് ഈ രോഗബാധിതനായി കഴിയുമ്പോൾ ആ കോലം മാറിപ്പോയി. ചപ്ര തലമുടിയും, ഷേവിയാത്ത മുഖവും, പിന്നെ വെട്ടാത്ത നഖവും, ഇങ്ങനെയായിട്ട് ഒരു അൺക്ലീൻ ആയിട്ട് നടക്കുന്ന ഒരു പേഴ്സണാലിറ്റി ആയിരിക്കും നമ്മൾ കിട്ടുന്നത്. അത് സൾഫറിനും വരികയല്ലേ സാറേ അങ്ങനെ? അൺക്ലീൻലിനെസ്,
അത് സൾഫറിന് ഞാൻ ഒരു ഉദാഹരണം പറയാം. അത് അങ്ങനെ ഒരു റാഗഡ് ഫിലോസഫർ ആകണമെന്നില്ല. ഞാൻ ഈ നേരത്തെ പറഞ്ഞ പോലെ ചീഞ്ഞ കാവേജോ ചീഞ്ഞ കുമ്പളങ്ങോ ഒക്കെ എടുത്തോണ്ട് വരണമെന്നില്ല. സാധാരണ ജീവിതത്തിൽ തന്നെ നമുക്ക് സൾഫറിനെ കണ്ടെത്താം. ഇപ്പം ചിലര് ഓഫീസിലേക്ക് ഇറങ്ങുന്നു, പേന ചില എടുത്ത് ഇങ്ങനെ കുത്തി, ക്യാപ്പ് ഇടാതായിരിക്കും കുത്തുന്നത്. അപ്പം ഒരു സ്വാഭാവികമായിട്ടും ഒരു പാട് വരും. അപ്പൊ വൈഫ് പറയുന്നത് ദേ പേന തിരിച്ചു കുത്തിയ ഒരു പാടുണ്ട്, ഷർട്ട് മാറി, അസാരമൊന്നുമില്ല. മനസ്സിലായി? ആ ടിപ്പിക്കൽ സൾഫറാണ്. ആ സമയത്ത് ആഴ്സാൽബാണെങ്കിൽ ആ ഷർട്ട് ഇടുകയില്ല, അത് മാറ്റി അലക്കി തേച്ച് ഇട്ടുണ്ട് മാത്രമേ ഉള്ളൂ. പ്രകാശ് സാറ് അദ്ദേഹം വൈറ്റ് പാൻറ്റും വൈറ്റ് ഷർട്ടും അത് ചുളിവില്ലാത്തത് മാത്രമേ ഇടുകയുള്ളായിരുന്നു. ഡെയിലി പോളിഷ് ചെയ്യുന്ന കറുത്ത ഷൂ. പ്രകാശ് സാറിനെ നേരിട്ട് അറിയുന്നവർക്ക്. അമോണിയം കാർബ പറഞ്ഞിരുന്നത്. അതെ, അതാണ് അൺക്ലീൻലിനെസ്. ദെൻ അന്യംക്രൂഡം. നേരത്തെ പറഞ്ഞ റാങ്ക്രി ഓൺ എവരി അറ്റംപ്റ്റ്. പുള്ളി 24 മണിക്കൂറും ചൂടാവും. ഭക്ഷണം ആയെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ചൂടാവും. പല്ല് തേക്കുന്നില്ല എന്ന് പറഞ്ഞാൽ ചൂടാവും. കുളിക്കുന്നില്ല എന്ന് പറഞ്ഞാൽ ചൂടാവും. ഓക്കെ. അരാഗലസ് ഏതാ സാറേ? അത് കേട്ടിട്ടില്ല. ഇല്ല. ARAGALUS. ലാംബ്. ലാംബർട്ടി എന്നാണ്. ലാംബ് എന്ന് എഴുതിയാലും മതി. അരാഗലസ് ലാംബ്. 200 potency, BD for 7 days, then wait. Aimless wandering. അതിന് പ്രത്യേകത എയിംലെസ് വാണ്ടറിങ്. വെറുതെ ഇങ്ങനെ കുത്തിയിരുന്നല്ല, ചോറ് ഊണ് കഴിക്കുന്നതിന് മുമ്പ് ഷർട്ട് എടുത്തിടും, പുറത്തോട്ടിറങ്ങും. എവിടെ? അച്ഛൻ എങ്ങോട്ടാ? ഞാൻ ഇപ്പൊ വരാന്ന് പറയും. എങ്ങോട്ടാണ് പറയാൻ ആൻസർ ഉണ്ടായിരുന്നില്ല. കാരണം ലക്ഷ്യമൊന്നുമില്ല, പുറത്തേക്ക് ചാടണമെന്ന് മാത്രമേ ഉള്ളൂ. സെയിം സിംറ്റം കൽക്കേരിയ ഫോസിനും. അതുപോലെ തന്നെ ഫോസ്ഫറസ് മെട്രോപൊളിറ്റൻ ആണ്. യാത്ര ചെയ്യാൻ ഇഷ്ടമുള്ള ആളാണ്. പക്ഷെ ഇത് പാത്തോളജിക്കലാണ്, മറ്റത് കോൺസ്റ്റിറ്റ്യൂഷൻ. ഓക്കെ. Then Oramet. Constant and rapid questioning without waiting for answer. Then Candaris. Crying and barking. Attempt to do several things, but nothing accomplished. എന്തെങ്കിലും ചെയ്തോണ്ടിരിക്കും, ഒന്നും പൂർത്തിയാക്കില്ല. ഇതുപോലെ ചില മരണ വീട്ടിലൊക്കെ നമുക്ക് കാണാം. ആണുങ്ങളായാലും ശരി പെണ്ണുങ്ങളായാലും ശരി വലിയ വായി കരയും. അവരുടെ നിലയും വിലയും മറന്ന് കരയുന്നത് നമുക്ക് കാണാം. അതെല്ലാം കാന്താരിസിൽ പെടുന്ന ആൾക്കാരാണ്. കാർബോവേജ്. സഡൻ ലോസ് ഓഫ് മെമ്മറി. വണ്ണം പ്ലസിംഗ് പൊട്ടൻസി ആണ് കൂടുതൽ ഫലപ്രദമായിട്ട് കാണുന്നത്. Then carbonium sulfur. Dementia alternate with excitement. Excited ആയിരിക്കും. With illusion or hallucination of sight and hearing.
ഒന്നുകൂടെ ഒന്ന് പറയാം സാറേ. ഡിമെൻഷ്യ ഓൾട്ടർനേറ്റ് വിത്ത് എക്സൈറ്റ്മെന്റ്. അത് എക്സൈറ്റ്മെന്റ് ഉണ്ടാക്കുന്നതാണ് അലൂസിനേഷൻ ഓഫ് സൈറ്റ് ആൻഡ് ഹിയറിംഗ്. അലൂസിനേഷൻ ആണ്. പുള്ളിക്ക് ഇഷ്ടമുള്ളതെല്ലാം കണ്ണിന് മുമ്പ് വരും, ഇഷ്ടമുള്ളതെല്ലാം കേൾക്കുകയും ചെയ്യും. അത് കഴിഞ്ഞാൽ പിന്നെ ഡിമെൻഷ്യയിലേക്ക്. Then COCA. Sense of right and wrong abolished. ശരിയേത് തെറ്റേത് എന്നുള്ള ഒരു ബോധ്യം നഷ്ടപ്പെടുക, അത് വലിയ പ്രശ്നം. ഈ ശരിയും തെറ്റും വേർതിരിക്കുന്ന ലൈൻ വളരെ ഡെലിക്കേറ്റ് ആണ്. പല കാര്യങ്ങളും ശരിയത് തെറ്റ്, അപ്പൊ ഏതറ്റം വരെ ശരി ഏതറ്റം വരെ തെറ്റ്, ഇത് വേർതിരിക്കുന്ന ഒരു ഡെലിക്കേറ്റ് ലൈനാണ്. ഉദാഹരണം ഞാൻ പറയും. നമ്മൾ ബസ് സ്റ്റോപ്പിൽ ഒരു ലേഡി വന്ന് നിൽക്കുന്നു. മിക്കവാറും ലെഫ്റ്റ് എൻഡിലായിരിക്കുമല്ലോ, കാരണം ബസ് വരുന്നത് ലെഫ്റ്റ് സൈഡിലൂടെ, അതുകൊണ്ട് ദൂരെ നിന്ന് വരുന്നത് കാണാനായിട്ട് ആൾക്ക് നിൽക്കും. അപ്പോൾ വേറൊരു ചെറുപ്പക്കാരൻ ഇതേ കോഴ്സിൽ തന്നെ ചേർന്ന് നിൽക്കും, പക്ഷെ മുട്ടുന്നൊന്നുമില്ല. ഈ ലേഡി കുറച്ചുകൂടെ മാറും, അയാളും കുറച്ചുകൂടെ മാറും നിൽക്കുന്നു, പക്ഷെ ഞാൻ മുട്ടുന്നില്ല. ഉടനെ സ്വാഭാവികമായിട്ട് ചോദിക്കാം, മനുഷ്യ ആള് നിൽക്കുന്നത് കാണുന്നില്ലേ? അതിന് ഞാൻ നിങ്ങളെ മുട്ടുന്നില്ലല്ലോ, നിങ്ങളങ്ങ് മാറി നിൽക്കും. മാറി നിൽക്കുന്നില്ലെങ്കിൽ സ്വാഭാവികമായിട്ടും ചെരുപ്പ് വരാം. കാരണം നമ്മൾ നിൽക്കുന്നതിന്റെ ചുറ്റുപാട് നമ്മളത്. ഇത് കാട്ടിലെ മൃഗങ്ങൾക്കും ഉണ്ട്. ഒരു കരടി വസിക്കുന്ന സ്ഥലത്ത് വേറെ കരടി കയറാറില്ല. ഒരു സിംഹത്തിന്റെ അതിർത്തിയിൽ മറ്റൊരു സിംഹം കയറാറില്ല. അല്ല, മൃഗങ്ങൾക്ക് പോലും അങ്ങനെ അതിർത്തിയുണ്ട്. അതിന് ടെറിറ്റോറിയൽ ഇമ്പരേറ്റീവ് എന്നാണ് പറയുന്നത്. ടെറിറ്റോറിയൽ ഇമ്പരേറ്റീവ് ആ ഫിലോസഫിയാണ്. അതുകൊണ്ട് കോട്ടിൽഡൺ. ഏത് കോട്ടിൽഡൺ. സ്പെല്ലിംഗ്? കോട്ടിൽഡൺ. COTYLDON. ഹിന്ദുസ്ഥാനി ഡ്രഗ്സ് ഒന്നും. അതെ. സെൻസേഷൻ ആസ് ഇഫ് എ പാർട്ട് ഓഫ് ദ ബോഡി ആബ്സെന്റ്. അതിന്റെ ടിപ്പിക്കൽ സിംറ്റം, ഡെമൻഷ്യയിൽ വരുന്ന സിംറ്റം അതാണ്. കാരണം മോൻ അല്ലെങ്കിൽ മോള് നോക്കുന്നത്, എടി കൊച്ചെന്റെ കാലം എന്ത് ചെയ്യുന്നു, അപ്പച്ചന്റെ കാലോടൊപ്പം ഇത് ഇവിടെ ഇരിക്കുന്നല്ലോ, ഉടനെ തപ്പി നോക്കി ഉറപ്പ് വരും. പക്ഷെ 2 മണിക്കൂർ കഴിയുമ്പോൾ പുള്ളിക്ക് ആ സെൻസേഷൻ ഉണ്ട്, എന്റെ കാല് പോയി അല്ലെ കാലില്ല എന്നുള്ളത് തോന്നുന്നത്. ഡയോസ്കൊറിയ വില്ലോസ. calls things with the wrong name. മേശ കസേരയായിട്ട് തോന്നും, കസേര ബെഞ്ചായിട്ട് തോന്നാം. അതുപോലെ തന്നെ മറിയാമ്മ ശോശാമയായിട്ട് തോന്നും. Yes, that is dioscoria. Then unimus. സ്പെല്ലിംഗ് പറയണേ സാറേ. EUONYMUS. ഒരു അട്രോപ്പ് കൂടെ ഇട്ടേ, അട്രോപ്പ്. Forget familiar names. Nominal aphasia. പലരും ഒന്നും പറയാനില്ല, പേര് ഓർത്തെടുക്കാൻ വിഷമം. അത് പൊട്ടൻസി ഏതാ കൊടുക്കുന്നത് സാറേ? 200.
forget familiar names. Then gallium acid 30 ആണ് കൊടുക്കുന്നത്. Very rude and abusive. പേര് അങ്ങോട്ട് കയറാൻ പറ്റില്ല, ആൾക്കാര് വാൺ ചെയ്യും, അവൻ ചെല്ലല്ലേ തെറിയ പറയുള്ളൂ. ആരാണെങ്കിലും അറിവിലുള്ള എല്ലാം തെറിയും. Then iodine. ഷൻ everyone. മലയാളത്തിൽ ആക്കുക എന്ന് പറയും. എന്ന് പറഞ്ഞാൽ ഡിഫൈൻ ചെയ്തേ സംസാരിക്കുള്ളൂ ആരാണെങ്കിലും. ഇപ്പൊ ഡോക്ടറാണെങ്കിൽ ശരി, നേഴ്സാണെങ്കിൽ ശരി, ഡിഫൈൻ ചെയ്തിട്ട് സംസാരിക്കുള്ളൂ. ആക്കി സംസാരിക്കുക എന്നൊക്കെ സാധാരണ മലയാളത്തിൽ. അപ്പൊ ഏതാണ്ട് ഇത് കൂടാതെ മെഡിക്കാനുള്ള ഏത് മെഡിസിനും ഡെമൻഷ്യക്ക് വരാവുന്ന കൂടുതൽ ഉപയോഗിക്കാവുന്ന ഡ്രഗ്സ് ആണ് ഇപ്പോൾ നമ്മൾ പരാമർശിച്ചത്. ഏതായാലും ഇതുകൊണ്ട് നമ്മളുടെ രണ്ടാം ഭാഗം അവസാനിക്കുന്നു. ഇത് കേട്ടിരുന്ന എല്ലാവർക്കും നന്ദി പറഞ്ഞുകൊണ്ട് ഞാൻ എൻ്റെ വാക്കുകൾ ഉപസംഹരിക്കുന്നു. നന്ദി സാറേ. ഒരു ഇടയ്ക്കൊരു സംശയം ചോദിച്ചിരുന്നു പൊട്ടൻസിയുടെ കാര്യത്തില്. അനഹോൾണിയം ഒക്കെ പൊട്ടൻസി നമ്മൾ ഇപ്പൊ സൾഫറൊക്കെ ഞാൻ നേരത്തെ പറഞ്ഞത് CM പൊട്ടൻസി 1 ഡോസ് ആണ് നേരത്തെ പറഞ്ഞിട്ടില്ല റിട്ടയർഡ് ജഡ്ജിന് CM പൊട്ടൻസി. കാരണം ടിപ്പിക്കൽ സൾഫർ എന്ന് എനിക്ക് ബോധ്യപ്പെട്ട് 1 ഡോസ്, 1 സിംഗിൾ ഡോസ്. 1 മാസം പ്ലാസ്മ കൊടുത്തു, 1 മാസം ശേഷം വന്നു കഴിഞ്ഞപ്പോൾ 5 ഫോഴ്സ് BD കൊടുത്തു. പിന്നെ പൊട്ടൻസി അക്കോർഡിംഗ് ടു ദ സെൻസിറ്റിവിറ്റി ഓഫ് ദ പേഷ്യന്റ് ആൻഡ് അക്യൂട്ട്നെസ് ഓഫ് ദ ഡിസീസ്. അവിടെയാണ് നമ്മൾ പൊട്ടൻസി തിരഞ്ഞെടുക്കുന്നത്. അതല്ല ഇപ്പം ടണ്ണം കൊടുക്കേണ്ട സന്ദർഭത്തിൽ നമ്മൾ 200 കൊടുത്തിട്ട് ഒരു കാര്യമില്ല. ചിലർക്ക് വളരെ സെൻസിറ്റീവ് ആയിരിക്കും. ഞാൻ നേരത്തെ ഇവിടെ പറഞ്ഞിട്ടുണ്ട്, എൻ്റെ ഒരു ഇന്റർണിയുടെ വൈഫ് ഫോസ്ഫറസ് 10 വരെ കൊടുത്തു കഴിഞ്ഞാൽ അതേ പ്രൂവിങ് ആണ്. അതിനാണ് 50 കൊടുത്തു കഴിഞ്ഞപ്പോൾ കുഴപ്പമില്ല. ഫോസ്ഫറസിനെ സംബന്ധിച്ച് 50 CM മാത്രമേ ആ കുട്ടിക്ക് ഉപയോഗിക്കാൻ പറ്റൂ. അങ്ങനെയുണ്ട് ആൾക്കാർ. എന്ന് പറഞ്ഞ പോലെ തന്നെ വെള്ളരിഞ്ഞാണം, വെള്ളി അരിഞ്ഞാണം ഇട്ട് നടക്കുന്നവർക്ക് ഒരു സിംഗിൾ ഡോസ് സൾഫർ കൊടുത്തു കഴിഞ്ഞാൽ പിറ്റേ ദിവസം കറുത്തിരിക്കും. കറുത്തിരിക്കും. അരിഞ്ഞാണം കറുത്തു പോകുക എന്നൊക്കെ. അനഹോണിയം ഒക്കെ ഏത് പൊട്ടൻസി സാറിന് കൊടുക്കാം? അൻഹാലോണിയം 200 തുടങ്ങും. അതൊരു ചോദ്യം വന്നിരുന്നു ചാറ്റ് ബോക്സില്. എന്തായാലും സാറേ നല്ലൊരു ക്ലാസ് ആയിരുന്നു. പ്രത്യേകിച്ചും ഇത്രയും മെഡിസിന് നമുക്ക് അതിന്റെ പ്രത്യേകതയുള്ള സിംറ്റംസ് കിട്ടി. പിന്നെ ഇനി ആർക്കെങ്കിലും സാറിനോട് എന്തെങ്കിലും സംശയം ചോദിക്കാനുണ്ടെങ്കിൽ ഹാൻഡ് റൈസ് ചെയ്ത് ചോദിക്കാവുന്നതാണ്. സമയം ഒട്ടും കളയണ്ട, നമുക്കിപ്പം കിട്ടുന്ന സമയം ഉപയോഗിക്കണം. സലിംകുമാർ ഡോക്ടർ ഹാൻഡ് റൈസ് ചെയ്തിട്ടുണ്ട്. ബാക്കിയുള്ളവരും എത്രയും വേഗം ഹാൻഡ് റൈസ് ചെയ്ത് ഒട്ടും സമയം കളയാതെ തന്നെ സാറിന്റെ എല്ലാം പിടിച്ചെടുക്കണം. ഡോക്ടറെ എല്ലാവർക്കും സംസാരിക്കുന്ന രീതിയിലാക്കിയിട്ടുണ്ടേ. നല്ല കാര്യം. അപ്പൊ സലിംകുമാർ ഡോക്ടറെ സംസാരിക്കാം. ഡോക്ടറെ, ഇതേ ഈ കല്യാണത്തിന് ചില വീഡിയോക്കാരൊക്കെ വിളിക്കുമല്ലോ, വീഡിയോക്കാരൊക്കെ വിളിച്ച് മണവാട്ടിനെ കാണാൻ കൊള്ളാവുന്ന പെങ്കൊച്ച് അപ്പുറത്ത് നിൽക്കുമ്പോൾ ചിലപ്പോൾ അറിയാതെ അവളുടെ അറിയാണ്ട് കൂടുതൽ നേരം ഫോക്കസ് ചെയ്ത് പോകും. പലരും പറഞ്ഞു കേട്ടോ, ചിലർ കണ്ടിട്ടുണ്ടാവും. ഇത് ഞാനൊക്കെ ശ്രദ്ധിച്ചത് സാറിന്റെ ന്യൂറോളജി ആ ചാപ്റ്ററിൽ അതിലോട്ടൊന്നും അല്ല, അതിലെ അൽഷീമേഴ്സും അതുമായിട്ടൊന്നും ബന്ധിച്ചല്ല.
ആ ക്ലിനിക്കിൽ വരുമ്പോ ആൾക്കാർ കാണിക്കുന്ന സാറിന്റെ ആ എക്സ്പ്ലനേഷനിലേക്കാണ് എന്റെ ശ്രദ്ധ മൊത്തം പോയി, മറ്റേതൊക്കെ വിട്ടുപോയി. ഏഹ് അതുകൊണ്ട് എനിക്കിപ്പോ റിക്വസ്റ്റ് ഉള്ളത്, ഈ ക്ലിനിക്കിൽ വരുമ്പോ ആ അപ്പിയറൻസ് വെച്ച് എങ്ങനെ ഡയഗ്നോസ് ചെയ്യാമെന്നുള്ള ഇപ്പൊ ഇതിലെ കുറെ ഡ്രഗ് ഉൾപ്പെടുത്തിക്കൊണ്ട്, ഇന്ന് പറഞ്ഞ കൂടി ഉൾപ്പെടുത്തിക്കൊണ്ട് ഒരു വിപുലമായിട്ടൊരു 2-3 ക്ലാസ് പഠിപ്പിച്ചാൽ ഞങ്ങളൊക്കെ ഹോമിയോപ്പതി എക്സ്പെർട്ട് ആവും. അതിന് സാറൊന്ന് അങ്ങനെ കൂടി ഒന്ന് പ്രിപ്പയർ ചെയ്യും. ക്ലിനിക്കിൽ വന്ന പേഷ്യന്റിന് ഒന്നും ഒരു വാക്കും ചോദിക്കാതെ എങ്ങനെ അയാളോട് പ്രിസ്ക്രൈബ് ചെയ്യാൻ പറ്റും, അങ്ങനെ വെച്ചിട്ടൊരു ഒരു ഇത് കൊടുത്ത വലിയ വേറൊരു കേട്ടോ. പിന്നെ ഒരു ക്വസ്റ്റ്യൻ കൂടി, ഇപ്പൊ ഞാൻ പറഞ്ഞ സാറിന്റെ പറയുമ്പോഴുള്ള പ്രത്യേകത, നമ്മളാ അരാഗലസിന്റെ അകത്ത് എയിംലെസ് വാണ്ടറിംഗ് എന്നൊരു വാക്കാണ് അതിൽ പറഞ്ഞിരിക്കുന്നത് അല്ലെ? അരാഗലസ് പറഞ്ഞല്ലോ, അരാഗലസ് ലാംബർട്ടീന. ലക്ഷ്യമില്ലാതെ നടക്കുക. അതാ അതിൽ എയിംലെസ് വാണ്ടറിംഗ് എന്നൊരു വാക്കാണ്. പക്ഷെ അത് എയിംലെസ് വാണ്ടറിംഗ് എന്ന് പറയുമ്പോൾ അതിപ്പോ സാറിന്റെ നാവിലൂടെ വരുമ്പോഴാണ് നമ്മുടെ മനസ്സിലേക്ക് അത് കയറുന്നത്. അതല്ലെങ്കിൽ അത് വെറുതെ നമുക്ക് അങ്ങനെ ഒരു ഇവിടെ ഒരു മാതൃഭാഷയുടെ ഒരു എഫക്റ്റ് വരുന്നത്, അല്ലെങ്കിൽ എനിക്ക് അതിന്റെ ആ പിക്ചറൊന്നും മനസ്സിൽ പോവില്ല. അപ്പൊ അതാണ് ഇങ്ങനെ പറയുമ്പോൾ ഏറ്റവും വലിയ ഗുണം അതാണ്. പിന്നെ ചോദിച്ചിട്ട് കോക്കയെ കുറിച്ച് പറഞ്ഞത്, അത് തന്നെ ആയിരിക്കുമോ ഈ പല പ്രായമുള്ള പല ആളുകളും ഈ പോക്സോ കേസിലൊക്കെ പെട്ടുപോകുന്നതിന്റെ കാരണം അതായിരിക്കും? ഈ ഇങ്ങനെ എന്താണെന്ന് അറിയാൻ പാടില്ല, അവരിങ്ങനെ ഈ ശരി തെറ്റ് തിരിച്ചറിയാൻ പറ്റുന്ന ഒരു അല്ലെങ്കിൽ ഇങ്ങനെയൊക്കെയുള്ള ഒരു അവസ്ഥകളുണ്ട്. അതില് ഇതിലും പറഞ്ഞല്ലോ, അവരൊരു സെക്ഷൽ ഇതിലല്ല പലരും ചെന്ന് പെട്ടുപോകണമെന്ന് മനസ്സിലാവുന്നുണ്ട്. അതെ 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 അത് ശരി തെറ്റ് വേർതിരിച്ചെടുക്കാൻ പറ്റാതെ വരുന്ന അവസ്ഥ വരുന്നു. ഓക്കെ സാർ, ഇനി വേറെ ആൾക്കാർക്ക് കൊണ്ട് മാറ്റി. നന്ദി. ഏതായാലും സലീം ഈ കാര്യം ഒന്ന് പരിഗണിക്കണേ. അത് സാറ് പ്രത്യേകം ഒന്ന് പരിഗണിക്കണേ, ഞങ്ങൾക്ക് എല്ലാവർക്കും ആഗ്രഹമുള്ളൊരു കാര്യമാണ്. എല്ലാവർക്കും വേണ്ടി പറഞ്ഞ. അതുപോലെ എനിക്ക് കൂടെ ഒരു ആഗ്രഹമുണ്ട് സാറേ, സ്വപ്നത്തിന്റെ ആ ഒരു ഡ്രീംസിന്റെ ഒരു ക്ലാസ്സും കൂടെ തരണമെന്ന്. ഇനി ഏതായാലും ലതാ മനോഹരൻ ഡോക്ടർ ഹാൻഡ് റൈസ് ചെയ്തിട്ടുണ്ട്. സാർ ഡോക്ടർക്ക് സംസാരിക്കാം, അൺമ്യൂട്ട് ചെയ്ത് സംസാരിക്കാം. ലതാ മനോഹരൻ ഡോക്ടർക്ക് സംസാരിക്കാം. നമസ്കാരം ഡോക്ടറെ. നമസ്കാരം. നമസ്കാരം. എനിക്ക് പല സംശയവും ഈ ക്ലാസ്സിന്റെ ഇടയിൽ വന്നിരുന്നു. പക്ഷെ സാറ് അതിന്റെ തൊട്ടടുത്ത് തന്നെ അതിന്റെ ആൻസർ പറയുന്നുണ്ട്. അതുകൊണ്ട് അതിനെല്ലാം ആൻസർ കിട്ടി. പിന്നെ പ്രധാനമായിട്ട് എനിക്ക് ചോദിക്കാനുള്ളത്, പല കേസുകൾ ഇതുപോലെ ബിഹേവിയർ ആയിട്ട് കാണുന്ന, പല ഹാബിറ്റ് ആയിട്ട് കാണുന്നതുണ്ട്. ചിലത് അവര് ചിലപ്പോൾ ഉണ്ടാക്കി എടുത്തു വെച്ചിരിക്കുന്നതായിരിക്കും, ഹാബിറ്റ് ആയി പോയതായിരിക്കും. അതിന് നമുക്ക് എന്തെങ്കിലും ചെയ്യാൻ പറ്റുമോ? അവരുടെ മനഃപൂർവ്വം അല്ലാതെ ഒരു ഹാബിറ്റ് ആയി പോയിട്ട് അങ്ങനെ വരുന്നതിന് നമ്മൾ എന്താ ചെയ്യണ്ടേ? ഈ ഡിമെൻഷ്യ ഒന്നും ഇല്ല, അത് അങ്ങനത്തെ അല്ല, ഒരു ഹാബിറ്റ് ആയിട്ട് ഒരു ശീലമായി മാറിപ്പോയി. അപ്പം അങ്ങനെയുള്ളതിന് നമ്മൾ എങ്ങനെയാ, കോൺസ്റ്റിറ്റ്യൂഷൻ ആണോ നോക്കട്ടെ? തീർച്ചയായിട്ടും ഞാന് കോൺസ്റ്റിറ്റ്യൂഷൻ എന്ന് ഞാൻ നേരത്തെ പറഞ്ഞു, നമ്മുടെ മാസ്റ്റേഴ്സിന്റെ ബുക്കൊക്കെ നോക്കി കഴിഞ്ഞാൽ പ്രൂവിങ് ആണ് കോൺസ്റ്റിറ്റ്യൂഷൻ ആയിട്ട് തോന്നുന്നത്. പക്ഷെ എനിക്ക് അഭിപ്രായ വ്യത്യാസമാണ്. ഞാൻ പിന്നെ കോൺസ്റ്റിറ്റ്യൂഷൻ എടുക്കുന്നത് അയാളുടെ അപ്പിയറൻസ്. ഫോർ എക്സാമ്പിൾ ഞാൻ പറയാം, ബ്ലൂ ഐ, ബ്ലാക്ക് ഐ, അതുപോലെ കോപ്പർ കളേർഡ് ഹെയർസ്, ബ്ലാക്ക് ഐ, അതുപോലെ തന്നെ മയിൽപീ പോലെ തന്നെ ഷൈനിങ് ആയിട്ടുള്ള ഹെയർ, മയിൽപീൽ പോലെ നല്ല ഷൈനിങ് ഉണ്ട്. ചിലത് വെറുതെ ചപ്രത്തിലായിരിക്കും, അല്ലെങ്കിൽ ബ്ലാക്ക് ആയിരിക്കും, അല്ലെങ്കിൽ കോപ്പർ കളേർഡ് ആയിരിക്കും. ഇതൊക്കെ ജന്മനാൽ ഉള്ളതാണ്, പ്രൂവ് ചെയ്ത് വിടുന്നതല്ല. അതാണ് ഞാൻ മേക്കപ്പ് എന്ന് ഉദ്ദേശിച്ചത്. അപ്പൊ ആ മേക്കപ്പ്, പിന്നെ അയാളുടെ ആറ്റിറ്റ്യൂഡ് ഞാൻ ഇപ്പൊ 2 കുട്ടികളുണ്ടായിരുന്നു. അപ്പൊ ഒരാൾ വന്ന് ബെല്ലടിച്ചു കഴിഞ്ഞപ്പോ ഒരു കുട്ടി ചെന്ന് നോക്കി, പരിചയമുള്ള ആളല്ല. ഉടനെ അമ്മയുടെ അടുത്ത് വന്നു, അമ്മയെ പരിചയമില്ലാത്ത ഒരാൾ വന്നു. ഉടനെ അമ്മ വന്ന് തുറക്കുന്നു, അമ്മയുടെ പുറകിൽ ഇയാൾ കാര്യങ്ങൾ ചോദിച്ചു. അതേസമയത്ത് മറ്റേ കുട്ടിയാണെങ്കിൽ പാല് തുറന്ന് എന്തെങ്കിലും പപ്പക്കണ്ണനാണ്, അന്ന് ഇരിക്കട്ടെ ഞാൻ വിളിച്ചത്. മാതാപിതാക്കളുടെ മക്കളാണ് 2 പേരും, പക്ഷെ അവരുടെ ആറ്റിറ്റ്യൂഡ് രണ്ടും 2 തരത്തിൽ. അപ്പൊ അതാണ് ഞാൻ ഉദ്ദേശിച്ച ആറ്റിറ്റ്യൂഡ്. അപ്പം ആ മേക്കപ്പ്, ആറ്റിറ്റ്യൂഡ്, മാനറിസം ആൻഡ് ഹാബിറ്റ്സ്, ഇതാണ് ഒരാളുടെ ആ കോൺസ്റ്റിറ്റ്യൂഷൻ എന്ന് പറയുന്നത്. ഓക്കെ, ശരി, താങ്ക് യു ഡോക്ടറെ.
സാറിന് നെറ്റ് പ്രോബ്ലം ഉണ്ട്. ഡോക്ടറെ ഞാൻ ഒന്നും കൂടെ ചോദിച്ചോട്ടെ? ആയിക്കോട്ടെ. ഈ 30 പൊട്ടൻസി കറക്റ്റ് മെഡിസിൻ കണ്ടുപിടിച്ച് കറക്റ്റ് ആണെന്ന് നമുക്ക് എല്ലാ വിധത്തിലും മനസ്സിലായിട്ട് ഇപ്പോൾ 30 നമ്മൾ സ്റ്റാർട്ട് ചെയ്യുമ്പോൾ അത് ഒരു എഫക്റ്റും കാണുന്നില്ല. അപ്പൊ നമ്മൾ ഉടനെ തന്നെ 200 പോകാവോ? 1 പോകാം? അതെങ്ങനെയാണ് അതിന്റെ? അതായത് അക്രിനേറ്റ് ഒക്കെ വളരെ ഷോർട്ട് ആക്ടിങ് ആണ്, അലുമിനിയം വളരെ ലോങ് ആക്ടിങ് ആണ്, സിലീഷ്യ ലോങ് ആക്ടിങ് ആണ്, ആഴ്സനിക് ലോങ് ആക്ടിങ്, നൈട്രിക് ആസിഡ് ലോങ് ആക്ടിങ്. അപ്പൊ നമ്മൾ ഒരാക്ഷനും കാണുന്നില്ല എന്ന് പറയും. ഇപ്പൊ 30 പൊട്ടൻസിയിൽ അയാളുടെ 200 പൊട്ടൻസിയോ കൊടുത്തു എന്ന് വിചാരിച്ചു കഴിഞ്ഞാൽ കുറെ കാലം നമ്മൾ വെയിറ്റ് ചെയ്യേണ്ടി വരും. എന്നാലേ അതിന്റെ ഒരു റിയാക്ഷൻ നമുക്ക് പുറത്ത് കാണാൻ പാകത്തിന് വരുള്ളൂ. ഒരു പൊട്ടൻസിയും കൂടെ കാത്തിരുന്ന് ഉടനെ അതിന്റെ ഫലം കാണിക്കണമെന്നില്ലല്ലോ. ഇപ്പൊ സെൻസിറ്റിവിറ്റി എന്ന് ഞാൻ ഉദ്ദേശിക്കുന്നത് ഇപ്പം ആർസനിക് ആൽബ് 3x കൊടുക്കാം, 200 കൊടുക്കാം, 1 കൊടുക്കാം. ഇപ്പൊ ഒരു കാട്ടിൽ അല്ലെങ്കിൽ ഒരു റബ്ബർ തോട്ടത്തിൽ കറണ്ട് ഒന്നുമില്ല, അവിടെ ഒരു ഏർമാടത്തിൽ ഒരാൾ താമസിക്കും. അയാൾ ഒറ്റയ്ക്ക് താമസിക്കുകയാണ്. അപ്പൊ അയാൾക്ക് ഒരു രോഗം വന്നു, അയാൾ നമ്മുടെ അടുത്ത് വരും. അപ്പം ഒരേ മെഡിസിൻ ഇതാണ്, ആഴ്സാൽബാന്ന് വിചാരിച്ചു. അപ്പം വേറൊരാൾ വരുന്നു, അയാൾക്ക് ആഴ്സാൽബാണ്, പക്ഷേ അയാൾക്ക് കാട്ടിലും പോകാൻ പറ്റില്ല, അല്ലെങ്കിൽ മറ്റ് സാഹചര്യങ്ങൾ, അന്ധകാരം, വിജനത, നിശബ്ദത, ഇതെല്ലാം അയാൾക്ക് ഭയമാണ്. അയാൾക്ക് ആളുള്ളടത്തും വെളുത്തുള്ളിടത്ത് ഇരിക്കുള്ളൂ, പക്ഷെ അയാളുടെ അടുത്തേക്ക് ആഴ്സാൽ എന്ന് പറഞ്ഞാൽ ഹീസ് വളരെ സെൻസിറ്റീവ് ആണ്. മറ്റേ സെൻസിറ്റിവിറ്റി ഇല്ല അയാൾക്ക്. അയാളൊരു മൃഗത്തെ പോലെ അവിടെ ഏർമാടത്തെ കയറിയിരിക്കും. കാറ്റ് വന്നാലും മോൾ വന്നാലും ഇരുട്ട് വന്നാലും മിന്നൽ വന്നാലും ഒന്നും അയാൾക്ക് ബാധിക്കുന്നില്ല. അപ്പൊ അയാൾക്ക് നമ്മൾ ലോ പൊട്ടൻസി സെലക്ട് ചെയ്യാം, മറ്റേ ആൾക്ക് ഹൈ പൊട്ടൻസി സെലക്ട് ചെയ്യാം. ഓക്കെ, അവിടെ പ്രിഫർ ചെയ്യാവുന്ന ഈ ഹൈപ്പർ സെൻസിറ്റീവ് ആയിട്ടുള്ള പേഷ്യന്റ് ഞാൻ പറഞ്ഞതേ ഉള്ളൂ. 30 കൊടുക്കാം, ഹയറിലേക്ക് പോകരുതെന്ന് ഞാൻ പറഞ്ഞോളൂ. അർത്ഥമുള്ളൂ. ശരി ഡോക്ടർ. പിന്നെ വേറൊരു സംശയം കൂടെ ഉണ്ട്. നമ്മള് സാധാരണ ഞാൻ ഇത്രയും നാളും എൻ്റെ പ്രാക്ടീസിൽ 0/3 എന്നുള്ള മെഡിസിൻ 6 അങ്ങനെ കൊടുക്കുന്ന മെഡിസിൻ അത് 30യെക്കാട്ടിയും വലുതായിട്ടാണ് ഞാൻ വിചാരിച്ചിരുന്നത്. ഇപ്പൊ ഈ അടുത്ത് ഈ 2-3 ക്ലാസ്സാണ് കേൾക്കുന്നത്. അത് യഥാർത്ഥ ഒരു കാര്യമാണ്. 30 ആണല്ലോ വലുത്. 30 വലുതല്ലേ? 50 മില്ലിസ്മൽ എന്ന് പറയുമ്പോ അത് 30യെക്കാട്ടി ചെറുതാണല്ലേ? അതെ അതെ. ശരി. ഞാൻ ഇത്രയും നാള് നേരെ തിരിച്ചാ വെച്ചിരുന്നത്. 0/3 എന്ന് പറയുമ്പോൾ ഒരു ഹൈ പൊട്ടൻസി മെഡിസിൻ, പക്ഷെ അഗ്രവേഷൻ ഉണ്ടാകാതിരിക്കാൻ വേണ്ടി മാത്രം നമ്മൾ സെലക്ട് ചെയ്യുന്ന പൊട്ടൻസി എന്നാണ് ഞാൻ ധരിച്ചു വെച്ചിരിക്കുന്നത്. അത് ശരിക്കും അഗ്രവേഷൻ ഇല്ലാതെ ഒരു പെല്ലറ്റ് നാവിന്റെ അടിയിലേക്ക് ഇടുക. പക്ഷെ പൗഡറിൽ ഇട്ടുകയോ വെള്ളത്തിൽ കലക്കിയോ കൊടുത്തു കഴിഞ്ഞാൽ അത് ലാർജ് ഡോസോ. സാധാരണ ഇങ്ങനെ പറയുന്നത് മെഡിസിൻ കുറച്ച് അതിന്റെ മീഡിയം കുറച്ച് കൂട്ടിക്കഴിഞ്ഞാൽ സ്മോൾ ഡോസ് ആകുമെന്ന് എനിക്ക് വിശ്വാസമില്ല. സ്മോൾ ഡോസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഏറ്റവും കുറച്ച് എന്റെ ടിപ്സ് ഉണ്ടല്ലോ, നെർവിന്റെ അറ്റം, നെർവ് ബഡ്സ്. ഇപ്പൊ ഏറ്റവും കുറച്ച് നെർവ് ബഡ്സിൽ മാത്രം സ്പർശിക്കുന്നത് ചെറിയ ഡോസ്, സ്മോൾ ഡോസ്. ലാർജ് ഏരിയ സ്പർശിക്കുന്നത് ലാർജ് ഡോസ്. ഇപ്പൊ നമ്മൾ ഈ ഒരു പെല്ലറ്റ് വെള്ളത്തിൽ കലക്കി കുടിക്കുകയാണെങ്കിൽ ഓറൽ ക്യാവിറ്റി കംപ്ലീറ്റ് അത് സ്പർശിക്കുന്നു. അത് ചെറിയ ഡോസ് അല്ല, ലാർജ് ഡോസ്. അപ്പൊ ഒരു പെല്ലറ്റ് നാവിന്റെ അടിയിൽ ഇട്ടു, അത് അവിടെ കിടന്ന് നൽകട്ടെ. ദാറ്റ് ഈസ് സ്മോളസ്റ്റ് ഡോസ്. ഞാൻ എന്റെ കാര്യം പറയുന്നുണ്ട്, അഭിപ്രായ വ്യത്യാസം. വെൽക്കം വെൽക്കം. ഡോക്ടർ മറിയമ്മ മ്യൂട്ടാണ്, ഒന്ന് കേട്ടിടാം.
ഓ, ഞാൻ മ്യൂട്ടാണെന്ന് ഞാൻ അറിഞ്ഞില്ല കേട്ടോ. താങ്ക് യു ഡോക്ടർ. പിന്നെ അപ്പൊ ഇനി ആർക്കെങ്കിലും? അല്ല, എല്ലാവർക്കും സംസാരിക്കത്തക്ക വിധത്തിൽ അഡ്ജസ്റ്റ് ചെയ്തെന്നാണല്ലോ പറഞ്ഞത്. അല്ല, ഈ ഇടയ്ക്ക് ഞാനൊന്ന് ഔട്ടായി പോയി സാറേ. അത് ശരി. കുറച്ച് സമയത്തേക്ക് ഞാനങ്ങ് ഔട്ടായി പോയി. അങ്ങനെ വന്ന് പിന്നെ ആയിപ്പോയതാന്ന് തോന്നുന്നു. ആ, അതാണ് പറ്റിയത്. അപ്പൊ എനിക്ക് മനസ്സിലായില്ലായിരുന്നു. അപ്പം ഇനി ആർക്കെങ്കിലും സംശയം ഉണ്ടെങ്കിൽ ചോദിക്കാം. നേരിട്ട് അൺമ്യൂട്ട് ചെയ്ത് സംസാരിക്കാവുന്നതാണ്. സാറേ, ഈ നമുക്ക് ഈ പേര് മറന്നു പോകുന്നതിന് മെഡോറിനം പറയുന്നില്ലേ? ഉണ്ടല്ലോ. ഇപ്പം ഇവിടെ നമ്മള് മറവി, സാറ് ഞാൻ പറഞ്ഞല്ലോ, മറവി അല്ല, ഫർഗറ്റ്ഫുൾനെസ് എല്ലാ ഡ്രഗും ഉണ്ട്, പ്രത്യേകിച്ച് പോളിക്രസിൻ ഒക്കെ ഉണ്ട്. ആ, അത് ഡിമെൻഷ്യ ആ, ഇപ്പൊ ഡിമെൻഷ്യ വരുമ്പോൾ അതിന്റെ പർട്ടിക്കുലർ സിംറ്റം അതനുസരിച്ച് നമ്മൾ കൊടുത്തെങ്കിലേ അവിടെ ഏക്കുന്നുള്ളൂ. അതേ പറഞ്ഞു. ആ, എന്റെ അമ്മായിമ്മ ഇങ്ങനെ പേര് മറന്നു പോവായിരുന്നു. എന്നിട്ട് ആദ്യം സ്വന്തം മകനെ വരെയും പള്ളിയിലെ അച്ഛനെ വരെ അച്ചായ എന്നൊക്കെ വിളിക്കുമായിരുന്നു. ആ, സംഭവിക്കാം. ആ, ആള് മാറിപ്പോവും. ആ, ആള് പള്ളിയിലെ മാറി പേര് വിളിക്കും, ആള് മാറിപ്പോവും, സാധനങ്ങൾ മാറിപ്പോവും. നമ്മളെ ഡ്രഗ് പറഞ്ഞതാണ്. ഈ പിന്നെ നമ്മുടെ ജിങ്കോ ബിലോബ ഇതിന് പറ്റുന്നതാണോ സാറേ? ജിങ്കോ ബിലോബ എന്നൊരു മരുന്ന് സപ്ലിമെന്റ് ആയിട്ട് കൊടുക്കാം. ഇതിന്റെ ചിലങ്ങനെ കൂടെ കൊടുക്കുന്നുണ്ട്, കൊടുക്കുന്നുണ്ട്. കൊടുക്കുന്നുണ്ട്, ജിങ്കോ ബൈലോമ കൊടുക്കുന്നുണ്ട്. ഇതെല്ലാം ഉണ്ടോ? പിന്നെ കുറച്ച് നാരോ സ്റ്റിമുലേഷൻ കിട്ടാൻ നല്ലതാണ്. അതിന് ടിഞ്ചറാണോ കൊടുക്കുന്നത്? ഓ, അതെ ടിഞ്ചർ. അതെ. ലതാ മോഹനോൻ ഡോക്ടറുടെ മൈക്ക് ശബ്ദം ഉണ്ടാക്കുന്നുണ്ട്. ഇപ്പം മാറി. ജിങ്കോ ബിലോബ്, ജിൻസങ്, അതുപോലെ കാലിഫോസോ സാറ്, കാലിഫോസോ? തീർച്ചയായിട്ടും കൊടുക്കാമല്ലോ. കാലിഫോസ്. ഇപ്പൊ നമ്മള് 7 days BD അങ്ങോട്ട് കൊടുത്തു കഴിഞ്ഞാൽ പിന്നെ പ്ലാസിബോക്ക് പകരം കാലിബോസ് കൊടുക്കാലോ. പിന്നെ ഇത് ജിങ്കോ ഡോസ് ബിലോബ് കൊടുക്കാലോ. എത്ര തുള്ളിയാണ് നല്ലത്? ജിങ്കോ എന്തോ ബിലോബ് എത്ര തുള്ളിയാ നല്ലേ? സാധാരണ 5 drops ആണ്. ഇത് ഷുഗർ കൂട്ടുവോ സാറേ ജിങ്കോ ബിലോബ്? സ്റ്റീറോയിഡ് ഇല്ല. ഇല്ല. പിന്നെ വേറെ സാറ് ഫൈഫോസ് കൊടുത്തെന്ന് പറഞ്ഞല്ലോ. ഫൈഫോസും കൊടുക്കാം അല്ലേ നമുക്ക്? കൊടുക്കാലോ. കൂടെ ആദ്യം മെഡിസിൻ കൊടുക്കുമ്പോൾ മെഡിസിൻ മാത്രം കൊടുക്കുക, പിന്നെ 5 ഡോസ് കൊടുക്കുക. ഞാൻ പറഞ്ഞ ഒരു പേഷ്യന്റ് ടിപ്പിക്കൽ സൾഫറായിട്ട് വന്ന 1 മാസത്തേക്ക് പ്ലാസിബോണ് കൊടുത്തത്. അതിന് ശേഷമാണ് പിന്നെ 5 ഡോസ്. അപ്പൊ ഇതൊക്കെ നമുക്ക് അതിന്റെ PL പകരം അത് കഴിഞ്ഞിട്ട് കൊടുക്കാം, മെഡിസിന്റെ ആക്ഷൻ കിട്ടിക്കഴിയുമ്പം. ഡോക്ടറെ എന്നാ ഡോക്ടറെ സെപ്പിയയുടെ ഡിമെൻഷ്യ ആയിട്ട് ബന്ധം ഒന്ന് പറഞ്ഞേ. സെപ്പിയയും ഡിമെൻഷ്യയും. എന്റെ ആദ്യം തന്നെ പറയുന്നുണ്ട്, ഏറ്റവും കൂടുതൽ ഭർത്താവിന് ഇഷ്ടപ്പെട്ട ഒരു ഭാര്യ വെറുപ്പോടെ ആയിരിക്കും പിന്നെ സംസാരിച്ചു തുടങ്ങുന്നത്. സെപ്പിയയുടെ ടിപ്പിക്കലാണ്. ഏറ്റവും കൂടുതൽ ഇഷ്ടപ്പെടുന്ന ആൾക്കാരെ വെറുക്കുക, വെറുപ്പോടെ സംസാരിക്കുക. എന്റെ തുടക്കം അങ്ങനെയാണ്. വേറൊരു സംശയം. അതായത് ഒരാൾ സ്ഥിരമായിട്ട് വീട്ടിൽ നിന്ന് ഇറങ്ങും കടയിലോട്ട് പോകാൻ വേണ്ടിയിട്ട്. മിക്കവാറും ഒരു 2 ഇലക്ട്രിക് പോസ്റ്റിന് ദൂരത്തേക്ക് നടക്കും, താക്കോൽ എടുക്കാൻ തിരിച്ചു വരും. ഇത് ഇങ്ങേർക്ക് ഒരാഴ്ചയിൽ 7 ദിവസം, ഒരു 5 ദിവസം പുള്ളിക്ക് ഇത് സ്ഥിരമാണെന്നാണ്. അപ്പൊ അയൽവക്കത്തേർക്ക് താക്കോൽ എടുക്കാൻ പറഞ്ഞിട്ടുണ്ട്. അപ്പൊ ഇയാള് ഇത് ഇപ്പൊ നേരത്തെ ആ ഡോക്ടർ ചോദിച്ച റെപ്പറ്റേറ്റീവ് ആക്ഷൻ തന്നെയാണ്. അതിന് നമ്മളത് ഏത് രീതിയിൽ എടുക്കുന്നത്? അതൊരു ശീലം പോലെയാണ്. ഇറങ്ങി പുറത്തു പോയി കഴിഞ്ഞിട്ട് താക്കോൽ എടുക്കാൻ തിരിച്ചു വരും. പക്ഷെ അത് മെമ്മറിയെ തന്നെ ബാധിക്കുന്നതാണല്ലോ. അപ്പൊ അത് ഇങ്ങനെ അയാളൊരു ഹാബിറ്റാണ്. ഇപ്പൊ അവിടം വരെ നടന്നു പോയിട്ട് വേണം തിരിച്ചു വന്ന് താക്കോൽ എടുക്കാനെന്നൊക്കെ നമ്മൾ ഒരു ശീലമാക്കിയ പോലെയാണ് എല്ലാവരും പറയണത്. അത് ഇതൊക്കെ ശരിക്കും ഒരു
ശീലമായി തന്നെ വരേണ്ടതാണ്. ഇപ്പൊ നമ്മൾ സൈക്കിൾ പഠിക്കുമ്പോൾ ആ. നടു നിവർത്തിയിരിക്കണം, നേരെ നോക്കണം, അങ്ങോട്ടും ഇങ്ങോട്ടും നോക്കരുത് എന്നൊക്കെ പറഞ്ഞായിരിക്കും പഠിപ്പിക്കുന്നത്. അപ്പൊ ഇതങ്ങ് അഭ്യസിച്ച് കഴിഞ്ഞു കഴിഞ്ഞാൽ പിന്നെ എങ്ങനെ നോക്കാം എങ്ങനെയും കയറാം എന്ന് പറഞ്ഞ പോലെ ഡ്രൈവിങ് ആ തുടക്കത്തിൽ വളരെ കർശനമായിട്ടുള്ള നിർദ്ദേശം തരും. ആക്സിഡന്റിൽ കൂടുതൽ ചവിട്ടരുത്, വളരെ സോഫ്റ്റ് ആയിട്ട് ചവിട്ടുക, ക്ലച്ച് പതുക്കെ റിലീസ് ചെയ്യുക, അത് കഴിഞ്ഞ് കുറച്ച് മൂവ് ചെയ്യുമ്പോൾ സെക്കൻഡിലേക്ക് ആക്കുക, ഇങ്ങനെയൊക്കെ പറഞ്ഞ് പഠിപ്പിക്കും. നമുക്ക് കുറെ അങ്ങ് ആയി കഴിയുമ്പോൾ ഒരു 3-4 വർഷം തുടർച്ചയായിട്ട് ഡ്രൈവിംഗ് കഴിഞ്ഞാൽ ഇന്ന് നമ്മൾ അറിയാതെ തന്നെ ഇതെല്ലാം ആയി പോകും. ഗിയർ മാറുന്നൊന്നും നമ്മൾ അറിയുന്നില്ല, പിന്നീട് തോന്നും നമ്മൾ മാറിയോ തപ്പിയോ, ഓൾറെഡി മാറിയിട്ടുണ്ട്. അത് നമ്മൾ അറിയാതെ നടക്കുന്ന സംഭവമാണ്. അതെ, ഇതൊരു സബ് കോൺഷ്യസ് മൈൻഡിൽ അത് ട്യൂൺ ചെയ്യപ്പെട്ടു പോയോണ്ട് സംഭവിക്കണമല്ലെന്ന് ചോദിക്കണം. അയാളിങ്ങനെ ആ. ഇറങ്ങിപ്പോയിട്ട് ആ. അപ്പൊ അത് മെമ്മറി ആയിട്ട് കണക്ഷൻ വരുമോ ഇല്ലയോ? തീർച്ചയായിട്ടും. കാരണം ഇത് കട തുറക്കാൻ താക്കോൽ ആവശ്യമാണ്, അത് അദ്ദേഹം മറന്നുപോവുകയാണ്. ആ. എസെൻഷ്യൽ ആയിട്ടുള്ള സംഭവമാണ്. ആ. ഇനി ഈ താക്കോൽ തന്നെ ഇപ്പോ പുള്ളി സ്ഥിരമായിട്ട് ഒരു സ്ഥലത്ത് വെക്കുകയാണോ മാറ്റി വെക്കുകയാണോ, അങ്ങനെയാണെങ്കിലും അത് പ്രശ്നമാണ്. അങ്ങനത്തെ കമ്പ്യൂട്ടർ വന്ന് താക്കോൽ എടുത്തിട്ട് പോകും. പക്ഷെ ഇറങ്ങല് ഇങ്ങനെ ഇത് ചെയ്യും. സോയ ഡോക്ടർ പറയുന്നു കെയർലെസ്നെസ് ആണ്. എന്തോ കെയർലെസ്നെസ് ആണോ എന്ന് സോയ ഡോക്ടർ ചോദിച്ചിരിക്കുന്നു. നേരെ അങ്ങനെ റോബറിക്ക് എടുക്കാൻ പറ്റുമെന്ന് എനിക്ക് തോന്നുന്നില്ല. ഈ വേറൊരു സംഭവിക്കുകയും അത് ഇത് ഈ പറഞ്ഞ അത് കെയർലെസ്നെസ് വരുമോ? ഇനിയിപ്പോ എന്റെ കാര്യമാണ്. എന്റെ പോക്കറ്റിലെ മൊബൈൽ ഇട്ടിട്ടാണ് ഞാനും പോണത്. വേറെ എന്തെങ്കിലും കനമുള്ള ഒരു ചെറിയ ബുക്ക, വേറെ എന്തെങ്കിലും സാധനം പോക്കറ്റിലുണ്ടെങ്കിൽ ഞാൻ മൊബൈൽ എടുക്കില്ല. ഈ സാധനത്തിന്റെ ആ ഒരു ആ കനത്തിനോടുകൂടിയാണ് നമ്മൾ ട്യൂൺ ചെയ്ത് വെച്ചിരിക്കുന്നത്. അപ്പൊ അങ്ങനെ ഒരു സാധനം ഉണ്ടെങ്കിൽ പലപ്പോഴും മൊബൈൽ എടുക്കില്ല. മൊബൈലാണെന്നുള്ള തോന്നുന്നു, അത് സംഭവിക്കാൻ തോന്നുന്നു. ഇതൊരു മറവിയുടെ ഇതിലൊന്നും വരുന്നില്ല. ഇല്ല, അതായത് പലപ്പോഴും വേറെ എന്തെങ്കിലും കുത്തി കയറ്റിയാല് മറവിയൊന്നുമല്ല. മറവിയൊന്നുമല്ല. ഈ ക്യൂബൻ ഈ ഐസനോവറിന്റെ ഒരു ഈ പറഞ്ഞ പോലെ ബയോഗ്രഫിയില് ഒരു സംഭവം രേഖപ്പെടുത്തിയിട്ടുണ്ട്. ക്യൂബൻ പ്രശ്നം ഇങ്ങനെ നിൽക്കുന്ന റഷ്യൻ അമേരിക്കൻ ടക്കിലാണ്. അപ്പം ഈ ഡിന്നർ കഴിഞ്ഞ് ഒരു 1/4 മണിക്കൂർ നടക്കും, ഭാര്യയും ഭർത്താവും നടപ്പ് കഴിഞ്ഞ് ഇദ്ദേഹം ബെഡ്റൂമിലേക്ക് പോയി, വൈഫ് എല്ലാം കിച്ചനൊക്കെ നോക്കാനായിട്ട് പോയി. 1/2 മണിക്കൂർ കഴിഞ്ഞ് തിരിച്ചു വരുമ്പോൾ ഐസനോവർ മൂലയ്ക്ക് നിന്നുറങ്ങുന്നു, വാക്കിംഗ് സ്റ്റിക്ക് ബെഡേ കിടക്കും. അദ്ദേഹത്തിന്റെ ബയോഗ്രഫി ഉള്ള സംഭവം. യെസ്. അങ്ങനെയൊക്കെ സംഭവിക്കുന്നു. എന്തായാലും നല്ലൊരു ക്ലാസ്, നമുക്ക് മനസ്സിന് നല്ലൊരു സൂത്തിങ് എഫക്റ്റ് തന്നൊരു ക്ലാസ്സാണ് ഇന്നത്തെ സാറിന്റെ. ശരിക്കും ഇനി നമുക്ക് 1 മിനിറ്റും കൂടെ ആണുള്ളത്. ആർക്കെങ്കിലും എന്തെങ്കിലും ചോദിക്കാനുണ്ടെങ്കിൽ ഇപ്പൊ ചോദിക്കാം. രാജു സംസാരിക്കാനാണ് ഡോക്ടർ? സംസാരിക്കാനാണ് രാജു? ഡോക്ടറാണോ? അങ്ങനെയാണെങ്കിൽ സലീംകുമാർ ഡോക്ടർ സാറിനൊരു നന്ദി പറയണേ. 10 ആയി. സാറിന്റെ ഇന്നത്തെ ക്ലാസ്സിനെ കുറിച്ച് എന്താ പറയാ, ഇത് നമ്മള് IFPHന്റെ നമ്മളുടെ ഭാഗ്യമൊന്നും വരും. ഇങ്ങനെയൊക്കെ ഒരു ഇത് വന്ന് വിടുക, ഇങ്ങനെയൊക്കെ ക്ലാസ് കേൾക്കുക, അതും എത്രത്തോളം നിലവാരം അതിന്റെ നിലവാരം നമുക്ക് അളക്കാൻ പറ്റാത്ത എത്ര ഉയർന്ന ഒരു ഇതിലാണ്. എന്നാ ഐസ്ക്രീം പോലെയാണ് നമ്മൾ ഈ മരുന്ന് പോലെയുള്ള സാധനങ്ങളൊക്കെ കഴിക്കുന്നത്. വളരെ എളുപ്പത്തിലാണ് സാറ് പറഞ്ഞു തരുന്നത്. എന്നാൽ ടഫായ സബ്ജക്റ്റാണ്. വേണമെങ്കിൽ ഇതിനെ അങ്ങേറ്റം ബോറാക്കി നമുക്ക് ഉറങ്ങിപ്പോണ ഇതിലും വേണമെങ്കിൽ ഇത് ക്ലാസ് എടുക്കാം. അങ്ങനെയൊക്കെ സെമിനാറുകൾ ആൾക്കാർ നമ്മൾ കാണുന്നുണ്ട്. അപ്പൊ ഇതിന് ഇത്ര സിമ്പിളായിട്ട് ഇങ്ങനെയൊക്കെ പറയാൻ ഒരാളെ നമുക്ക് കിട്ടിയത് തന്നെ
നമ്മളെ കേരളത്തിലെ ഹോമിയോപ്പതി ഡോക്ടർമാരിൽ കേരളത്തിലെ ഹോമിയോപ്പതിയുടെ ഭാഗ്യമാണ്. ഞാൻ ഇതിനു മുമ്പ് പ്രാവശ്യം സാറിന് നന്ദി പറഞ്ഞ് ശീലമുള്ള ആളാണ്. ഏതായാലും എന്നെ സംബന്ധിച്ച് അദ്ദേഹം എൻ്റെ ഒരു പാർഷ്യൽ ഗുരുവും കൂടിയാണ്. ഞാൻ 10-30 വർഷമായിട്ട് അദ്ദേഹത്തെ കണക്ഷനിലാണ്. നേരത്തെയൊക്കെ എപ്പോഴും അദ്ദേഹത്തെ വിളിച്ച് ശല്യപ്പെടുത്താറുണ്ട്. ഇപ്പൊ പഴയ ശല്യപ്പെടുത്താറുള്ളത് മാത്രം. ഏതായാലും ഡോക്ടറെ IFPH വേണ്ടിയിട്ട് അതിലെല്ലാവർക്കും വേണ്ടിയിട്ട് ഞാൻ ഇങ്ങനെ ഒരു മനോഹരമായ ഗുണപ്രദമായ ഒരു ക്ലാസ് എടുത്തതിന് ഞാൻ നന്ദി പറയുന്നു. വളരെ നല്ലൊരു സെഷൻ ആയിരുന്നു ഈ വേദിക്ക് സാർ ഇന്ന് സമ്മാനിച്ചത്. നമ്മുടെ മറിയാമ്മ ഡോക്ടർ വന്നിട്ടുണ്ട്. ഇടയ്ക്കിടയ്ക്ക് നെറ്റ് ഔട്ട് ആവുന്നുണ്ട്. എന്തോ പ്രശ്നം വന്നു. ഏതായാലും ഇത്രയും നല്ലൊരു ക്ലാസ് നമുക്ക് തന്നു. ഇനിയും ഫലികുമാർ ഡോക്ടർ പറഞ്ഞതുപോലെ നമുക്ക് വീണ്ടും സാറേ ഈ ആളുകളെ കണ്ടുകൊണ്ട് തന്നെ മരുന്ന് പ്രിസ്ക്രൈബ് ചെയ്യുന്ന ഒന്നുകൂടെ ഞങ്ങൾക്ക് ക്ലാസ് തരണം. ഇന്നത്തെ ഈ ക്ലാസ്സിന് പ്രത്യേകം നന്ദി പറയുകയാണ്. അതുപോലെ തന്നെ ഈ വെബിനാറിൽ പങ്കെടുത്ത ഓരോരുത്തർക്കും നന്ദി അറിയിക്കട്ടെ. അങ്ങനെ ഇന്നത്തെ 1359 പ്രതിദിന സൂം വെബിനാർ ഇവിടെ അവസാനിക്കുകയാണ്. എല്ലാവർക്കും ശുഭരാത്രി.